السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله الهادي عباده إلى الطريق الأقوم المتفضل عليهم بنعمة الإسلام وبقائك الحكم والناهي لهم عن التنازل في كتابه المحكم والصلاة والسلام على أشرف المبعوث إلى كافة الأمم سيدنا محمد صلى الله عليه وسلم القائل إن أمتي لا تجتمع على الضلالة وإذا رأيتم الاختلاف وعليكم بالصواب اللهم يا واجب الوجود ويا واجب الخير والجود أفض علينا أنوار رحمتي ويسر لنا الوصول إلى كمال معرفتي سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن منكم إلا واردها كان على ربك حتما مقضيا. صدق الله مولانا العظيم. عن عبيد بن عمير رضي الله تعالى عنه عن النبي صلى الله عليه وسلم الصراط على جهنم مثل حرف السيف وجنبتيه على القلاليل والحشك فيركبه الناس فيختطفون. قال نبينا وحبيبنا رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. وعلى أمة محمد صلى الله عليه وسلم കബറന്നു കേൾക്കാൻ തൽക്ഷണഞ്ഞിട്ടുള്ളതാ കണ്ടാലുടന്താ വിട്ടു നീ കരയുന്നതാ മേടയ്ക്കു പകരം മാളവാ സുബ്ഹാന
സ്റ്റേജിൽ ബഹുസ്ഥരായിരിക്കുന്ന ബഹുമാന്യരായ പണ്ഡിത മഹത്തുക്കളെ, മറ്റു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മപ്പെങ്ങന്മാരെ, കൊച്ചനുജന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സായം സന്ധ്യയിലെ സംഗമം അല്ലാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മളെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, ഇൽമിന്റെ വഴിത്താരകളിൽ നമുക്ക് താകം തണലുമായി നിന്ന് നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മളുടെ മുൻഗാമികൾ, അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സർവാധിനാഥനും സർവീശ്വരനും സർവശക്തനും സർവാധിപതിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഗതകാല ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും ഈ പുണ്യമായ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വലിയ ലക്ഷ്യത്തോടുകൂടി സംഘടിപ്പിക്കപ്പെട്ട ഒരു മതപ്രഭാഷണ പരമ്പരയുടെ ഒരു ദിവസത്തിലാണെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ബഹുമാന്യനായ സ്വാഗത പ്രഭാഷകൻ പറഞ്ഞതുപോലെ, എനിക്കിന്ന് 9 മണിക്ക് നിങ്ങളുടെ അടുത്തൊരു പ്രദേശത്ത് വഅദ് നടത്തേണ്ടതുണ്ട്. അപ്പൊ ഡേറ്റിൽ വന്ന ഒരു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നൊരു മിസ്റ്റേക്കിന്റെ പേരിലാണ്. അതിലുപരിയായിട്ട് നല്ല സുഖമില്ല, 3-4 ദിവസമായി പനി പിടിച്ചിട്ട്. ഇങ്ങോട്ട് ഈ പ്രസംഗിക്കാൻ വരുമ്പോഴും 7 മണിക്ക് വരുമെന്ന് പറഞ്ഞ് ഞാനിപ്പോ ഇത്രയും താമസിക്കാൻ കാരണം തന്നെ ഹോസ്പിറ്റലിൽ കയറി അവിടെ ഡോക്ടറെ കണ്ട് ടാബ്ലറ്റ് കഴിച്ചിട്ടാ വരുന്നത്. അപ്പൊ ഇന്ന് ഈ വഅദ് കഴിഞ്ഞ ഉടനെ ഒരു വഅദും കൂടെ പറയാനുള്ള ആഫിയത്ത് എനിക്കുണ്ടാവുമെന്ന് അറിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സമയം ഏകദേശം 7:45 ഇൻഷാ അല്ലാഹ് 9 മണിക്ക് മുമ്പായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു പറയുവാനും കേൾക്കുവാനും അവസാനം വരെ ഇരിക്കുവാനും അല്ലാഹു എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് വെളിയിൽ നിൽക്കുന്ന സഹോദരങ്ങളൊക്കെ, ഞാൻ നിങ്ങളോട് ആകെ 1 മണിക്കൂറേ ചോദിക്കുന്നുള്ളൂ. ആകെ 1 മണിക്കൂറേ ഞാൻ അത് പറയുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് ആഗ്രഹമുള്ളവരൊക്കെ അകത്തേക്ക് ഇല്ല. നിങ്ങളെങ്ങനെ 1 മണിക്കൂർ ഇരിക്കോ, ഇപ്പോഴേ എഴുന്നേറ്റ് പോകും? എങ്ങനെ? ഞാൻ ആകെ 1 മണിക്കൂറേ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. അവസാനം വരെ ഇരുന്ന് ഒരു 3 സലാത്ത് 10 സലാത്ത് പറഞ്ഞിട്ട് ദുആ ചെയ്യുന്നു. അതുവരെ നിങ്ങൾ ഇരിക്കൂ എന്നുള്ളവരെന്ന് കൈവക്കുകയും ഇരിക്കാന്ന് നിയ്യത്ത് ചെയ്യുന്നവർ മാത്രം. ഇടയ്ക്ക് പോകുന്നവരാരും പൊക്കണ്ട. അല്ലാഹുവേ പടച്ചവനെ, ഈ മജ്ലിസിന്റെ അവസാനം വരെ ഇരിക്കാൻ തീരുമാനിച്ച ഞങ്ങളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കണേ പടച്ചവനെ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഷഹാദത്ത് കലിമ തന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന ജനങ്ങൾ മുഴുവനും ഉറക്കെ പറഞ്ഞു മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് കൂടുതൽ ആമുഖങ്ങളോ വിശദീകങ്ങൾക്കോ ഒന്നും കിടക്കുന്നില്ല. കാരണം എത്രയോ നാളുകൊണ്ട്, അരപതിറ്റാണ്ട് കൊണ്ട് നിങ്ങൾക്കറിയുന്ന ഒരു കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് പരിചയപ്പെടുത്താൻ ഞാനില്ല. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം തന്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ഈന്തപ്പന പോലകൾ കൊണ്ട് നെയ്തിരിക്കുന്ന തന്റെ കുടിലകത്ത് കിടന്ന മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു ചെല്ലുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ വീടിനകത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കരഞ്ഞ് മുഖമെല്ലാം വാടി, ശരീരം തളർന്നുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ വീടിനകത്ത് കിടക്കുന്നത് കണ്ടപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവിയോട് ചോദിച്ചു, മാ തുബിക യാ ആയിഷ, അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, ആയിഷ എന്തിനാണ് കരയുന്നത്? ആരാണ് നിന്നെ വേദനിപ്പിച്ചത്? അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുമ്പോൾ അവിടെന്ന് പറയുന്നു, യാ അല്ലാഹുവിന്റെ നബിയേ, ഞാൻ പരലോകത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു പോയി നബിയേ, അല്ലാഹുവിന്റെ കോടതിയെ കുറിച്ച് ചിന്തിച്ചു പോയി നബിയേ, ആ
സമയത്ത് എന്റെ കണ്ണു നിറഞ്ഞതാണെന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ റളിയല്ലാഹു തആല നിറകണ്ണുകളോട് പ്രവാചകനോട് പറയുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യയുടെ കണ്ണുനീര് തുടച്ചു കൊടുക്കുകയാ. തന്റെ ഭാര്യമാരിൽ ഏറ്റവും വയസ്സ് കുറഞ്ഞ ആയിഷ റളിയല്ലാഹു തആല കണ്ണുനീര് തുടച്ചുകൊണ്ട് നല്ല നല്ല തമാശകൾ പറയുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്ത് സന്തോഷമുണ്ടാക്കുന്നതിന് വേണ്ടി പ്രവാചകൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ആയിഷ റളിയല്ലാഹു തആല ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്നോട് വല്ലാത്ത സ്നേഹമാണല്ലോ നബിയേ, എന്നോട് വല്ലാത്ത സ്നേഹമാണല്ലോ, എന്റെ കണ്ണെന്ന് നിറഞ്ഞപ്പോൾ എന്ന് തുടച്ചിരുന്നല്ലോ. പക്ഷേ യാ റസൂലല്ലാഹ്, ഫഹൽ യദ്കുറൂന അജ്രീക യൗമൽ ഖിയാമ, അല്ലാഹുവിന്റെ പ്രവാചകരോട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്ന ആയിഷ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, നബിയേ, ഫഹൽ യദ്കുറൂന അജ്രീക യൗമൽ ഖിയാമ, അല്ലാഹുവിന്റെ നബിയേ, നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ വിചാരണ നടക്കുന്ന കോടതിയുണ്ടല്ലോ, ആ പരലോകത്തേക്ക് കടന്നു വരുമ്പോ യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങയുടെ ഭാര്യയാണല്ലോ നബിയേ, ഞാൻ അങ്ങയുടെ ഭാര്യയാണല്ലോ നബിയേ, എന്നെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുമോ, എന്നെ അവിടെ വെച്ച് കണ്ട പരിചയമെങ്കിലും കാണിക്കുമോ? അല്ലാഹുവിന്റെ റസൂലിനോട് തന്റെ ഭാര്യമാരിൽ ഏറ്റവും വയസ്സ് കുറഞ്ഞ ആയിഷ റളിയല്ലാഹു തആല പൊട്ടിക്കടന്നുകൊണ്ട് പ്രവാചകരോട് ചോദിക്കുമ്പോൾ തന്റെ ഭാര്യയുടെ കണ്ണുനീര് തുളച്ചുകൊണ്ടിരുന്ന പ്രവാചകന്റെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂലിനോട് പറയാൻ തുടങ്ങി. ആയിഷയോട് ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയേ കരയുന്നത്, എന്തിനാണ് നബിയേ കരയുന്നത്? അവിടെന്ന് പറയുന്നു, ആയിഷ, പരലോകത്തെ കുറിച്ച് നിനക്കറിയില്ലേ ആയിഷ, പരലോകത്തെ കുറിച്ച് നിനക്കറിയില്ലേ ആയിഷ, കൊച്ചുകുട്ടികളെ പോലും മരച്ചു പോകുന്ന ദിവസമാണ് ആയിഷ. ഗർഭിണികളായ പെണ്ണുങ്ങളെന്നാണ് അന്നത്തെ ദിവസമുണ്ടെങ്കിലേ അവളെ പ്രസവിക്കുന്ന വേദന പോലും അറിയില്ല ആയിഷ. പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചോരകുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട മാതാവോട് ഒഴുകുന്ന ദിവസമാണ് ആയിഷ. അന്നല്ലേ നരകത്തെ കാണുന്നത്, അന്നല്ലേ പടച്ചവന്റെ അതാപുകൾ കൊണ്ട് നിറച്ച നരകത്തെ കാണുന്നത്, അന്നല്ലേ എല്ലാവരും പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഖുർആനിന്റെ ആയത്തോട് കൊടുക്കുകയാ, رأتهم من مكان بعيد. فغيظا وصفيرا. നരകത്തിന്റെ മലക്കായ മാലികന സംഗമം പൊട്ടിക്കരഞ്ഞുകൊണ്ട് നരകത്തിന്റെ ഒരു ഭാഗത്ത് 70,000 ചങ്ങലകളില്, ഓരോ ചങ്ങലയിലും 70,000 മലക്കുകള് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വലിച്ചുകൊണ്ടെന്ന് വരുന്ന ദിവസമാണ് ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകനതാ കടന്നുകൊണ്ടിരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, فهل يذكرون أجريكم يوم القيامة. നാളെ പടച്ചവന്റെ പരലോകത്ത് വരുമ്പോൾ എന്നെ കൂടെ വന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമോ? ഞാൻ അങ്ങയുടെ ഭാര്യയല്ലേ നബിയേ, ഞാൻ അങ്ങയുടെ ഭാര്യയല്ലേ നബിയേ, എന്നെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് പ്രിയപ്പെട്ട ഭാര്യ പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ, അമാ ഫീ സലാസതി അവാദിനാ. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യയോട് ലോകത്തിന്റെ നേതാവ് പറയുന്നു, ആയിഷ, പടച്ചവന്റെ കോടതിയുടെ 3 സ്ഥലങ്ങളുണ്ട് ആയിഷ, 3 സ്ഥലങ്ങളുണ്ട് ആയിഷ. ആ 3 സ്ഥലങ്ങളിലേക്ക് ജനങ്ങളെ കടന്നു ചെന്ന
നിന്റെ വാപ്പ നിന്റെ കൂടെ ഉണ്ടാകില്ല, നിന്റെ ഉമ്മ നിന്നെ സഹായിക്കില്ല, നിന്റെ ഭാര്യ ഭർത്താക്കന്മാര് നിന്നെ തിരിഞ്ഞു നോക്കില്ല, നിന്റെ മക്കളെ കണ്ട പരിചയം പോലും കാണിക്കില്ല. അല്ലാഹുവിന്റെ പ്രവാചകനോട് പ്രിയപ്പെട്ട ഭാര്യ ചോദിച്ചു, നബിയേ ആ 3 സ്ഥലങ്ങൾ ഏതാണ് നബിയേ? ആ 3 സ്ഥലങ്ങൾ ഏതാണ് നബിയേ? ഒന്നാമത്തെ സ്ഥലമേതെന്നറിയുമോ? ഇന്നലെ അത് വിചാരണ ചെയ്യുന്ന വേളയാ. രണ്ടാമത്തെ സ്ഥലമേതെന്നറിയുമോ? ലോകത്തിന്റെ നേതാവ് പറയുന്നു ആയിഷ, നന്മതിന്മ എഴുതിയ കിതാബ് കൊടുക്കുന്ന വേളയുണ്ടല്ലോ, വലത് കയ്യിലാണോ കിതാബ് കൊടുക്കുന്നത്? ഇടത് കൈ നെഞ്ചിലൂടെ കുത്തിയിറക്കിയിട്ട് പുറം ഭാഗത്ത് വെച്ചാണോ കൊടുക്കുന്നത്? ആ കൊടുക്കുന്ന വേളയിൽ നിന്നൊരു മനുഷ്യനെ തിരിഞ്ഞു നോക്കില്ല ആയിഷ. കിടന്നുകൊണ്ട് ലോകത്തിന്റെ വേദാതിരോട് എന്റെ ഭാര്യ ചോദിക്കുന്നു, നബിയേ വാപ്പ തിരിഞ്ഞു നോക്കാത്ത, ഉമ്മ തിരിഞ്ഞു നോക്കാത്ത, മക്കളെ പരിഗണിക്കാത്ത, കൂടപ്പുറകൾ ഓടിപ്പോകുന്ന പടച്ചവന്റെ കോടതിയിലെ 3ാമത്തെ സ്ഥലമേതെന്ന് ചോദിക്കുമ്പോൾ ലോകത്തിന്റെ നേതാവ് പറയുന്നു ആയിഷ, നരകത്തിന്റെ മുകളിലൂടെ പടച്ചവനെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്തെന്ന പാലമുണ്ടല്ലോ, ആ പാലത്തിന്റെ മുന്നിലേക്കെന്നാണ് ഒരു മനുഷ്യനെ കടന്നു ചെന്നാൽ സിറാത്ത് പാലത്തിന്റെ മുകളിലേക്ക് കാലെടുത്ത് വെച്ച എന്റെ പൊന്നുമോളെ ആയിഷ, നിന്റെ വാപ്പയോ ഉമ്മയോ ആരും നിന്റെ കൂടെയുണ്ടാകില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 അവസരങ്ങളിൽ ആരും നമ്മുടെ കൂടെ ഉണ്ടാകില്ല. ഒന്നാമത്തെ അവസരം വിചാരണ ചെയ്യുമ്പോൾ. 2 നന്മ തിന്മ എഴുതിയ കിതാബ് വലത് കൈയിലാണോ ഇടത് കൈയിലാണോ കിട്ടുന്ന ആ വേളയിൽ. 3 സിറാത്ത് എന്ന പാലത്തിന്റെ മുന്നിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും അറിയാം, സിറാത്ത് എന്ന് പറഞ്ഞാൽ ഒരു മുടിയെടുത്തിട്ട് 7ആയിട്ട് മുറിച്ചിട്ട് അതിലൊരു അംശം പോലെയുള്ള ഒരു വസ്തു കൊണ്ടാണ് സിറാത്ത് പാലം കെട്ടിവെച്ചേക്കുന്നതെന്ന് പണ്ട് 2ാം ക്ലാസ് മുതലേ 3ാം ക്ലാസ് മുതലേ മദ്രസയിൽ പഠിക്കുന്നവരെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സിറാത്ത് എന്ന പാലം നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയതാണ്. 4 ഭാഗത്തും തീയ, 4 ഭാഗത്തും തീയാണ്. വാളിന്റെ അഗ്രഭാഗത്തെക്കാൾ മൂർച്ചയുള്ളതും വല്ലാത്ത വഴുവഴുപ്പുള്ളതും വല്ലാത്ത ഇരുൾ മൂടിയതുമാണ് സിറാത്ത് എന്ന പാലമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ പഠനയിൽ ഒരുമിച്ച് കൂടിയ നമ്മളെല്ലാവരും നാളെ പടച്ചവന്റെ കോടതിയിൽ ഒരുമിച്ച് കഴിയുമ്പോൾ, എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യൗമ യഖൂലുൽ മുനാഫിഖൂന والمنافقات للذين آمنوا انظرنا نقتبس من نوركم قيل ارجعوا وراءكم فالتمسوا نورا. അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുകയാ. നാളെ സിറാത്ത് എന്ന പാലത്തിന്റെ മുന്നിലേക്ക് ജനങ്ങളെ മുഴുവൻ ഒരുമിച്ച് കൂടുമ്പോൾ അല്ലാഹു ജനങ്ങളെ അടുത്തേക്ക് വിളിക്കുകയാ. എന്തിനാണ് വിളിക്കുന്നതെന്നറിയുമോ? സിറാത്തിനോട് പറയുന്ന ഇരുകൂടിയ പാലത്തിലൂടെ നടന്നു പോകാറുള്ള പ്രകാശം അല്ലാഹു ജനങ്ങൾക്ക് വിതരണം ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. സിറാത്ത് എന്ന ഇരുൾ മൂടിയ പാലത്തിലൂടെ പോകണമെങ്കിൽ പ്രകാശം ഉണ്ടാവണം. പ്രകാശമുള്ളവർക്ക് മാത്രമേ അതിലൂടെ കടക്കാൻ കഴിയൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ പ്രകാശം ഉഹുദ് മലയോളം വലിപ്പം ഉണ്ടാവും. 2.5 കിലോമീറ്ററോളം വലിപ്പം ഉണ്ടായിരിക്കും ചിലരുടെ പ്രകാശത്തിൽ. മറ്റു ചിലരാണെങ്കിൽ 2 കൈയിൽ ഇങ്ങനെ പ്രകാശം വെച്ചുകൊണ്ട് പോകും. ഏറ്റവും ചെറിയ പ്രകാശം തന്റെ മോതിരത്തിന്റെ കല്ലിന്റെ അത്ര വലിപ്പമേ ഉണ്ടാകൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രകാശം കിട്ടുന്നവർക്ക് മാത്രമേ സിറാത്ത് കടന്ന് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റൂ. ഞാൻ വിശദീകരിക്കുന്നില്ല. 3ാമത്, പ്രകാശം കൊടുത്തു കഴിയുമ്പോൾ ഒരു മലക്കൊരു മൃഗത്തിനെ കൊണ്ടുവന്ന് സിറാത്ത് പാലത്തിന്റെ മുകളിൽ നിർത്തും. ഒരു ആടിനെ കൊണ്ടുവന്ന്, ഒരു മൃഗത്തെ കൊണ്ടുവന്ന് സിറാത്ത് പാലത്തിന്റെ മുകളിൽ വൃത്തിയിട്ട് ചോദിക്കും, ഇത് ഏതാണെന്നറിയോ? എല്ലാവരോടും വിളിച്ചു ചോദിക്കപ്പോൾ അമ്മക്കാർക്കും അറിയില്ല.
ആ സമയത്ത് വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മ, പടച്ചവന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയും, നിങ്ങൾ ദുനിയാവിൽ കാണാൻ ഇഷ്ടപ്പെടാത്ത, ദുനിയാവിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയന്ന മരണമുണ്ടല്ലോ, ആ മരണമാണ്. ആ മരണത്തിനെ ഒരു ആടിന്റെ രൂപത്തിൽ, ഒരു മൃഗത്തിന്റെ രൂപത്തിലാക്കിയിട്ട് സിറാത്ത് പാലത്തിന്റെ മധ്യഭാഗത്ത് കൊണ്ടുവച്ചിട്ട് ആ മരണത്തെ അറുത്തു മരിപ്പിച്ചു കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരണം മരിച്ചു കഴിഞ്ഞു, പിന്നെ മരണമില്ല. അത് കഴിയുമ്പോ എല്ലാവരും ആദം നബിയുടെ മുന്നിൽ ചെന്നിട്ട് പറയും, ഉപ്പാ നിങ്ങൾ ഈ തറവാട്ടിലാണല്ലോ ജനിച്ചു വളർന്ന് കളിച്ച് നടന്നത്, ഒന്ന് തുറന്നതാ ഉപ്പ. ആദം നബിയുടെ മുന്നിൽ പോയി പറയുമ്പോ പറയും, എന്റെ പൊന്നു മക്കളെ, ഞാൻ ഒരുത്തം കാരണമാണ് നിങ്ങളെ മുഴുവൻ ഇതിന്ന് പുറത്താക്കിയേ, എനിക്കത് തുറക്കാൻ കഴിയില്ല. ഓരോ പ്രവാചകന്മാരുടെ മുന്നിൽ പോകും, ആരും തുറന്നു കൊടുക്കൂല. അവസാന മഹാനായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ പോയി സ്വർഗം തുറന്നു കൊടുക്കും. അത് കഴിയുമ്പോ ഈ ഒരുമിച്ച് കൂടിയ നിങ്ങളിൽ ചിലര്, ഒന്നാമത്തെ വിഭാഗം കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ സ്വർഗമെത്തും. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ സ്വർഗത്തിൽ പോകും. അവനെ നരകത്തിന്റെ തീ പോലും തൊടൂല. രണ്ടാമത്തെ വിഭാഗം പ്രകാശത്തിന്റെ വേഗതയിൽ പോകും. മൂന്നാമത്തെ വിഭാഗം കാറ്റിന്റെ വേഗതയിൽ പോകും. നാലാമത്തെ വിഭാഗം സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ ഓടിപ്പോകും. അഞ്ചാമത്തെ വിഭാഗം നടന്നു പോകും. ആറാമത്തെ വിഭാഗം മുട്ടുകാലിലടഞ്ഞ് സ്വർഗത്തിലെത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ആ മുട്ടുകാലിലെങ്കിലും ഇഴഞ്ഞു പോകുന്നവരിലെങ്കിൽ നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആ വിഭാഗത്തിലെങ്കിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 6 വിഭാഗവും പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ സമയം നമുക്ക് വളരെ കുറവാണ്. ഈ 6 വിഭാഗവും പറയാമെന്ന് ഞാൻ വാക്കൊന്നും തരൂല. എനിക്ക് തന്നിരിക്കുന്ന സമയത്തിന്റെ ഉള്ളിൽ എത്ര കാര്യം പറയാൻ പറ്റുമോ? എന്റെ ആരോഗ്യം കൂടെ നിങ്ങൾ പരിഗണിക്കണം. കാരണം വരത്തില്ല എന്ന് വിളിച്ച്, ഉസ്താദിന് സുഖമില്ല, എനിക്ക് സുഖമില്ല എന്ന് വിളിച്ചു പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല. സംഘാടകർ ഈ കാണിച്ച സ്നേഹം അപ്പോൾ ഉണ്ടാവൂല. സുഖമില്ല വരാൻ പറ്റും, കാരണം അങ്ങനെ ആരും വിശ്വസിക്കൂല. അപ്പൊ ഞാൻ ഇന്നലെ ഈ പരിപാടിക്ക് വന്നത് തന്നെ ഒരു ദിവസം വന്ന് വഅദ് പറയുമ്പോ എല്ലാവർക്കും എന്റെ അവസ്ഥ മനസ്സിലാവുമല്ലോ, അപ്പൊ അങ്ങ് പോകാന്ന് വിചാരിച്ചു. അപ്പൊ പറഞ്ഞു, ഉസ്താദെ അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ നിങ്ങൾ പ്രസംഗിച്ചിട്ട് പോയാൽ മതി. അതുകൊണ്ട് വിളിച്ചതിന്റെ പേരിൽ, ഒഴിവാക്കാൻ പറ്റാത്തതിന്റെ പേരിൽ മാത്രം വന്നതാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നാളെ സിറാത്ത് പാലത്തിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒന്നാമത്തെ വിഭാഗം, വെളിയിൽ നിൽക്കുന്ന സഹോദരങ്ങളൊക്കെ അകത്ത് കയറിയിരുന്ന കൊള്ളാം, ഇല്ലെങ്കിൽ വെളിയിൽ തന്നെ നിന്നു. അള്ളാഹു സ്വർഗത്തിലിരിക്കാൻ അവസരം തരുമ്പോ ഞാൻ റോഡിലേ നിൽക്കൂന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാളെ അവിടെ അങ്ങനെ തന്നെ നിൽക്കേണ്ടി വരും. നമ്മളെല്ലാവരും അള്ളാഹിനോട് എപ്പോഴും ദുആ ചെയ്യും, അള്ളാഹുവേ സ്വർഗം താ, സ്വർഗം താ, സ്വർഗം താ. അള്ള കണ്ണിന്റെ മുന്നിൽ സ്വർഗം കാണിച്ചിട്ട് എടാ കയറിയിരിക്കാൻ ഞാനിരിക്കൂല റബ്ബേ. ഇവിടത്തെ സ്വർഗത്തിൽ കയറിയിരിക്കാൻ മനസ്സില്ലാത്തവന് അവിടത്തെ സ്വർഗം കിട്ടുവോ? ഇതെന്ത് പെണ്ണുമ്പിള്ളടുത്ത് പിണങ്ങിയിരിക്കുന്ന പോലെ കിട്ടുവോ? കിട്ടൂല. പിന്നെന്തേ? അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ കയറിയിരിക്കും, ഒരു നിർബന്ധവും ഇല്ല കയറിയിരിക്കണമെന്ന്. എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല. ആഗ്രഹം ഉണ്ടെങ്കിൽ ഇരിക്കുക, കേൾക്കുക, പോകാം. അള്ളാഹു നല്ലത് മാത്രം ചിന്തിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ വിഭാഗം അൽഹംദുലില്ലാഹ് പറയണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ആ പുറകിരിക്കുന്ന സഹോദരങ്ങളൊക്കെ ഒന്നീ ഒഴിഞ്ഞ കസേരയിലോട്ട് കയറിയിരിക്കും. എനിക്കൊരു സന്തോഷത്തിൽ ആ പുറകെ താത്താമാരൊക്കെ ഒന്ന് എഴുന്നേറ്റ്, ആ മതിലിന്റെ സൈഡിൽ ഇരിക്കണവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ടൊന്ന് കയറിയത്. ഒന്ന് എഴുന്നേറ്റ് ചങ്ങാതി, എന്തായാലും സ്വർഗത്തിൽ വന്നു, വഅദ് കേൾക്കാൻ വന്നു, എന്നാ പിന്നെ മുന്നിൽ കയറിയിട്ട് എന്തിനാ പുറകിൽ പോയിരിക്കുന്നു? ഇടയിൽ ശൈത്താനെ കയറ്റിയിരുത്തുന്നതിന് ഒന്ന് കയറിയിരുന്നേ. എന്താ ഐഷ നിനക്ക്? താത്താമാർക്കൊന്നും എഴുന്നേക്കാൻ പറ്റൂലേ? താത്താമാർക്ക് എന്താ എഴുന്നേക്കാൻ അങ്ങോട്ട് പൊങ്ങൂല്ലേ? ചിലരങ്ങനെ ആര് പറഞ്ഞാലും അനുസരിക്കൂല. ഒരു ഉദാഹരണം പറഞ്ഞു തരട്ടെ. ചിലര് നോക്കിയിട്ട് പറയും, അള്ള നേരിട്ട് വന്ന് ഉപദേശിച്ചാൽ ഇവള് നന്നാവൂല, കാരണം കയ്യിലിരിപ്പ് അങ്ങനെ. ചിലര് നോക്കിയിട്ട് സത്യത്തിൽ അങ്ങനെ പറയാൻ പാടില്ല, അള്ള നേരിട്ട് വന്ന് ഉപദേശിച്ചാലും ചിലത് നന്നാവൂല എന്ന് പറയും, കാരണം അത്രയ്ക്ക് മോശമായി ജീവിതം. അങ്ങനെ ചിലര് ആര് പറഞ്ഞാലും അനങ്ങൂല, ശൈത്താനെ പോലെ. ശൈത്താനെ കുറിച്ച് പറയുന്നുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസാ നബി മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ ശൈത്താൻ വന്നു. താത്ത, നിനക്ക് എഴുന്നേക്കാൻ പറ്റാത്ത താത്തായിക്കുള്ളതായത്. ശൈത്താൻ മൂസാ നബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, മൂസാ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി, എനിക്കൊന്ന് നന്നാവണമെന്ന് തോന്നുന്നു, എനിക്കൊന്ന് നന്നാവണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം മൂസാ നബിക്ക് വലിയ സന്തോഷമായി. റബ്ബേ, ഇവൻ നന്നായി കഴിഞ്ഞാൽ ഇതുപോലെ ആരെങ്കിലും ഉണ്ടാവൂ? എടാ, സ്വർഗത്തിലിരിക്കാൻ സ്ഥലം തന്നിട്ട് പുറകിരിക്കണ ഐസ ഉണ്ടാവൂ? മൂസാ നബി അള്ളാഹിനോട് വലിയ സന്തോഷത്തോടെ ദുആ ചെയ്തു, പടച്ചവനെ, ശൈത്താൻ ഇങ്ങനെയൊക്കെ പറയണം, അള്ളാഹ് ദുആ സ്വീകരിക്കാൻ. ദുആയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ ശൈത്താൻ ചോദിച്ചു, മൂസ, അള്ള എന്ത് പറഞ്ഞു? അപ്പൊ പറഞ്ഞടാ, അള്ള ഒരേ ഒരു കാര്യം പറഞ്ഞടാ, ഒറ്റ കാര്യം. ആ ഒരു കാര്യം നീ അനുസരിച്ചിട്ട് ദുആ ചെയ്താ പടച്ചവൻ നിന്റെ തൗബ സ്വീകരിക്കും. ശൈത്താൻ ചോദിച്ചു, എന്താ ചെയ്യണ്ടേ?
ശൈത്താൻ ചോദിച്ച് എന്താ ചെയ്യണ്ടേന്ന്. അപ്പൊ പറഞ്ഞു, ആദം നബിയുടെ കബറിന്റെ മുന്നിൽ പോയി ഒരു സുജൂദ് ചെയ്യണം, എന്നിട്ട് ദുആ ചെയ്താൽ മതി. അപ്പോഴ് ശൈത്താൻ പറഞ്ഞു, എന്റെ പൊന്നു മൂസ, ആദം ജീവിച്ചിരുന്നപ്പോ അള്ള നേരിട്ട് എന്നോട് പറഞ്ഞു, അന്ന് ഞാൻ ചെയ്തിട്ടില്ല, ഇനി മരിച്ചതിന് ശേഷം എന്റെ പൊന്നു സിറാജ്, നിന്റെ വാപ്പാടെ പ്രായമുള്ളവർ പറഞ്ഞിട്ടൊന്നും ഞാൻ എഴുന്നേറ്റിട്ടില്ല, ഇനി എല്ലുപോലെ ഇരിക്കണം നീ പറഞ്ഞിട്ട് ഞാൻ എഴുന്നേക്കുന്നു. വേണ്ട മോളെ, എവിടെയെങ്കിലും ഇരുന്നാ മതി, നാളെ അവിടെ ചെല്ലുമ്പോ കാണാം. അള്ള ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ സിറാത്തിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒന്നാമത്തെ വിഭാഗമേതാ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ, നാളെ സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് പടച്ചവന്റെ അനുഗ്രഹം നൽകുന്ന നിറച്ച സ്വർഗത്തിന്റെ പരദീസയിലേക്ക് കടന്നു പോകുന്ന ഒന്നാമത്തെ ഭാഗ്യവാനാരെന്നറിയുമോ? പാതിരാത്രികൾ മുഴുവനും നിന്ന് നിസ്കരിക്കുന്നവനല്ല, തന്റെ സമ്പത്ത് മുഴുവനും ദീനിനു വേണ്ടി കൊടുത്തവനല്ല, നിസ്കാരക്കടമ്പുള്ളവനല്ല, അവനാണ് വിലുവെന്ന് പറഞ്ഞ് നടക്കുന്നവനല്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് അതാ ഒരു ദിവസം 4 മലക്കുകളെ കടന്നു വരികയാ. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറഞ്ഞു തരികയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് അതാ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്കൊരു കാര്യം പറയാറുണ്ട് നബിയേ. നാളെ സിറാത്തിലൂടെ സ്വർഗത്തിലേക്ക് കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് കടന്നു പോകുന്ന ഒന്നാമത്തെ വിഭാഗമേതാ? ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, മൻ സല്ലാ അലൈക ഫീ കുല്ലി യൗമിൻ 10 മർറാത്ത്. അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ എന്ന മലക്ക് പറയുകയാ, അല്ലാഹുവിന്റെ നബിയേ, എല്ലാ ദിവസവും അങ്ങയുടെ പേരിൽ ആരെങ്കിലും ഒരു 10 സ്വലാത്ത് പറഞ്ഞാ, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ എല്ലാ ദിവസവും മുടങ്ങാതെ 10 സ്വലാത്ത് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ നാളെ സിറാത്ത് പാലത്തിന്റെ മുന്നിലെത്തുന്നത്, അവൻ അല്ലാഹുവിന്റെ നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന പാലത്തിന്റെ മുന്നിലെത്തുമ്പോ ജിബ്രീൽ പറയുന്നു, നബിയേ, ഞാനവന്റെ കയ്യിൽ കയറി പിടിക്കുന്നത്, അങ്ങയുടെ പേരിൽ 10 സ്വലാത്ത് പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, അവൻ സിറാത്തിന്റെ മുന്നിലെത്തുമ്പോ അവന്റെ കയ്യിൽ ഞാൻ കയറി പിടിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, നബിയേ, അങ്ങയുടെ പേരിൽ എല്ലാ ദിവസവും 10 സ്വലാത്ത് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, അവന്റെ കയ്യിൽ ഞാൻ പിടിച്ചിട്ട് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ സ്വർഗത്തിലെത്തിക്കും നബിയേ. നാളെ സിറാത്തിലൂടെ സ്വർഗത്തിൽ പോകുന്ന ഒന്നാമത്തെ വിഭാഗം, എല്ലാ ദിവസവും പ്രവാചകന്റെ പേരിൽ 10 സ്വലാത്ത് പറയുന്നവൻ സിറാത്തിലൂടെ സ്വർഗത്തിലെത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ പ്രവാചകന്റെ പേര് പറയുമ്പോ തന്നെ സലാത്ത് പറയാൻ മടിയാ. നമുക്ക് പ്രവാചകന്റെ പേര് പറയുമ്പോ തന്നെ സലാത്ത് പറയാൻ മടിയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെങ്ങളെ 10 സ്വലാത്ത്, കൂടുതലൊന്നും വേണ്ട. പൊന്നുമോളെ, നീ ഒരുപാട് സ്വലാത്ത് പറയുന്നവളാ, ഒരു 10 സ്വലാത്ത് നിനക്ക് സമയമുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒരു 10 സ്വലാത്ത് പറഞ്ഞ നാളെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കയ്യിൽ പിടിച്ച് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുകയാണ്. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു തരികയാ, രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് മീകായിൽ എന്ന മലക്കിറങ്ങി വരികയാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, മൻ സല്ലാ അലൈക ഫീ കുല്ലി യൗമിൻ 10 മർറാത്ത്. യാ റസൂലല്ലാഹ്, ഈ ദുനിയാവിന്റെ തുലിക്കുകളിലൂടെ നടക്കുന്ന മനുഷ്യരിൽ ആരെങ്കിലും അങ്ങയുടെ പേരിൽ എല്ലാ ദിവസവും 10 സ്വലാത്ത് പറഞ്ഞാൽ
നാളെ പടച്ചവന്റെ പരലോകമുണ്ടല്ലോ. നിന്റെ തറയിൽ തലകിടന്നുകൾ സൂര്യനിച്ചു നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. ചുരുക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാതെ ഉയരത്തിൽ മുങ്ങിപ്പാടുന്ന ദിവസമുണ്ടല്ലോ. പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്താരങ്ങളിൽ കൊണ്ടുവച്ചിരിച്ച് ഇടഞ്ഞും നടന്നും നാളെ പടച്ചവന്റെ കോടതിയിലേക്ക് ജനങ്ങൾ നടന്നു വരുന്ന ദിവസമുണ്ടല്ലോ. അന്നയുടെ പേരിൽ 10 സലാത്ത് പറഞ്ഞ പാവപ്പെട്ടവനുണ്ടല്ലോ. അവൻ നാളെ പടച്ചവന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ അവന് ഞാൻ അന്നയുടെ ഹൗലിൽ വെള്ളം കുടിപ്പിക്കും നബിയേ. ഈ കായിലെന്ന മലക്ക് ഹൗലിൽ വെച്ചുള്ള വെള്ളം കോരിത്തരുന്ന രണ്ടാമത്തെ വിഭാഗമേതാ? എന്റെ കുഞ്ഞുപോലെ 10 സലാത്ത് പറയാ മനസ്സുണ്ടോ? 10 സലാത്ത് പറയാ മനസ്സുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിനോട് ഈ കായിലെന്ന മലക്ക് പറയുകയാ അവന് ഹൗലിൽ വെച്ചുള്ള വെള്ളം ഞാൻ കുടിപ്പിക്കും നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വരികയാ മൂന്നാമതായി വന്ന മലക്കേതെന്നറിയുമോ? മൂന്നാമതായി വന്ന മലക്കേതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഇസ്രാഫീൽ എന്ന മലക്കിറങ്ങി വരികയാ. അവിടുന്ന് പറയുന്നു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മൻ സല്ലല്ലാ അലൈക ഫീ കുല്ലി യൗമിൻ 10 മർറാ. നബിയേ, ഏതെങ്കിലും ഒരു പെണ്ണുകള് എല്ലാ ദിവസവും അല്ലാഹുവിന്റെ റസൂലിന്റെ പേരില് 10 സലാത്ത് പറഞ്ഞ എന്റെ പൊന്നുമോളെ അല്ലാഹുവിന്റെ റസൂലിനോട് ഇസ്രാഫീൽ എന്ന മലക്ക് പറയുകയാ യാ റസൂലല്ലാഹ്, ആ മനുഷ്യനെ പടച്ചവന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ വാപ്പ തിരിഞ്ഞു നോക്കാത്ത ദിവസമുണ്ടല്ലോ, അന്ന് തിരിഞ്ഞു നോക്കാത്ത ദിവസമുണ്ടല്ലോ, അരിമക്കളെ പരിഗണിക്കാത്ത ദിവസമുണ്ടല്ലോ. എല്ലാവരും കൈയടിക്കുന്ന ദിവസമുണ്ടല്ലോ, എന്റെ കൈ സംസാരിക്കുന്ന ദിവസമുണ്ടല്ലോ, എന്റെ കണ്ണ് സംസാരിക്കുന്ന ദിവസമുണ്ടല്ലോ, എന്റെ ശരീരത്തിനെതിരാകുന്ന ദിവസമുണ്ടല്ലോ, എന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും ഇവർക്കെതിരായി പടച്ചവരോട് സാക്ഷി പറയുന്ന ദിവസമുണ്ടല്ലോ. മക്കള് പടച്ചവരോടല്ല ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് കൊള്ളുന്ന റബ്ബേ, എന്റെ മാതാപിതാക്കളെന്ന് മനസ്സിൽ കിടത്തിട്ടെങ്കിൽ അവരുടെ നെഞ്ചത്തിയോട് ആരെങ്കിലും ഒരിക്കൽ എനിക്ക് തരുന്നതിന്റെ 2 ഇരട്ടി ശിക്ഷ എന്റെ ഉമ്മയ്ക്ക് കൊടുക്കണേ അല്ല എന്ന് പറയുന്ന പടച്ചവന്റെ കോടതിയുണ്ടല്ലോ. അല്ലാഹുവേ, എന്റെ മാതാപിതാക്കളെയും എന്റെ കൂടപ്പുറത്തിലെയും എന്റെ ഭാര്യ മക്കളെയും എന്റെ കൂട്ടുകാരെയും സർവ മനുഷ്യരെയും നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് എന്നെ വന്ന് രക്ഷിക്കണേ അല്ല എന്ന് നാളെ പടച്ചവന്റെ കോടതിയിൽ വെച്ച് ജനങ്ങൾ പറയുന്ന ദിവസമല്ലല്ലോ. ഇസ്രാഫീൽ എന്ന മലക്ക് പറയുന്ന പൊന്നുപോലെ ഈ 10 സലാത്ത് പറഞ്ഞു നീയുണ്ടല്ലോ, പടന്നയിൽ നിന്റെ വീടിനകത്ത് സർവ്വതിരക്കുകൾക്കിടയിൽ കിടന്നിറങ്ങുന്നതിന് മുമ്പ് 10 സലാത്ത് പറഞ്ഞ എന്റെ പെങ്ങളെ അല്ലാഹുവിന്റെ റസൂലിനോട് ഇസ്രാഫീൽ എന്ന മലക്ക് പറയുന്നു നബിയേ, അനാസ്തുലില്ലാഹി തആല. ഇസ്രാഫീൽ എന്ന മലക്കുണ്ടല്ലോ, ഇസ്രാഫീൽ എന്ന മലക്കുണ്ടല്ലോ, അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്ന് കരയുകയാ, അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്ന് കരയുകയാ. എഴുന്നേക്കാൻ പറയുന്നു അവിടെന്ന് പറയുന്നു അല്ലാഹുവേ, ഇസ്രാഫീൽ എന്ന മലക്ക് പറയുകയാണ് അതായത് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്ന നബിയേ, സലാത്ത് പറഞ്ഞവനുണ്ടല്ലോ, സലാത്ത് പറഞ്ഞ പൊന്നിനോട് നിന്നെ ആര് പരിഗണിച്ചില്ലെങ്കിലും, ആര് നിന്നെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും, ആര് നിന്നെ സഹായിച്ചില്ലെങ്കിലും ഇസ്രാഫീൽ എന്ന മലക്ക് സുജൂദിൽ കിടന്ന് കരയുകയാ. എഴുന്നേൽക്കാൻ പറയുമ്പോ അവിടുന്ന് പറയുന്നു അല്ലാഹ്, ഈ
പാവപ്പെട്ടവർക്ക് പുറത്തു കൊടുത്ത് സ്വർഗത്തിലേക്ക് കടത്തിവിടാതെ എന്റെ തല ഉയർത്തില്ല ഇസ്രാഫീൽ എന്ന മലക്ക് സുജൂദിൽ കിടന്ന് കരയുകയാ. ആഗ്രഹമുണ്ടോ മോളെ, നീ മുൻപ് പ്രസവിച്ച നിന്റെ മക്കളെ തിരിഞ്ഞു നോക്കാത്ത ദിവസമുണ്ടല്ലോ. മക്കളെന്ന് പറയുമ്പോ 1000 നാവല്ലേ, കുഞ്ഞു മക്കളെ നിന്ന് കയ്യൊഴിയുന്ന ദിവസമുണ്ടല്ലോ. ഇസ്രാഫീൽ എന്ന മലക്ക് സുജൂദിൽ കിടന്ന് കരയുകയാ. അല്ലാഹുവേ ഇവന് പുറത്തു കൊടുത്ത് സ്വർഗം കൊടുക്കാതെ എന്റെ തല ഉയർന്നില്ല ഇസ്രാഫീൽ എന്ന മലക്ക് പറയുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്ന 4ാമത്തെ മലക്കേതാ? മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരികയാ. പേര് കേൾക്കുമ്പോഴേ പേടിയല്ലേ, എത്ര പേടിച്ചാലും കാണണ്ടേ, എത്ര ഓടി ഒളിച്ചാലും കാണേണ്ടതല്ലേ. ജീവിതത്തിൽ ഒരിക്കൽ നിന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന അസ്റായീൽ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് മൻ സല്ലല്ലാ അലൈക ഫീ കുല്ലി യൗമിൻ 10 മർറാ. യാ റസൂലല്ലാഹ് ഏതെങ്കിലും ഒരു മനുഷ്യരെ എല്ലാ ദിവസവും അങ്ങയുടെ പേരിൽ ഒരു 10 സ്വലാത്ത് പറഞ്ഞ അസ്റായീലെന്ന മലക്ക് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനോട് 10 സ്വലാത്ത് പറയാൻ തീരുമാനിച്ചു. അസ്റായീലെന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ് അവന്റെ റൂഹ് ഞാൻ എങ്ങനെയാ പിടിക്കുന്നതെന്നറിയുമോ? അമ്പിയാക്കന്മാരുടെ റൂഹ് പിടിക്കുന്നത് പോലെ അമ്പിയാക്കന്മാരുടെ റൂഹ് പിടിക്കുന്നത് പോലെ അവന്റെ റൂഹ് ഞാൻ പിടിക്കും നബിയേ. അതുകൊണ്ട് പാതിരാത്രിയിൽ ഈ സ്ഥലത്തേക്ക്, ഈ മജ്‌ലിസിലേക്ക് കടന്നു വന്ന മുസ്ലിമേ, നാളെ സിറാത്തിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒന്നാമത്തെ വിഭാഗമേതാ മൻ സല്ലല്ലാ അലൈക ഫീ കുല്ലി യൗമിൻ 10 മർറാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരില് എല്ലാ ദിവസവും 10 സ്വലാത്ത് പറയുന്ന മനുഷ്യർ സിറാത്ത് പാലത്തിന്റെ മുന്നിലെത്തുമ്പോ ജിബ്രീൽ എന്ന മലക്ക് അനാഹിദൻ ബിയദിഹി വയമുറു അല സിറാത്ത് നിന്റെ കയ്യിൽ പിടിച്ച് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് സ്വർഗത്തിലെത്തിക്കുമെന്ന് റൂഹി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സിറാത്തിലൂടെ സ്വർഗത്തിൽ പോകുന്ന ഒന്നാമത്തെ വിഭാഗം വഅദ് കേട്ടാ പോരാ. വഅദുകൾക്ക് കുറവൊന്നുമില്ല. ഇപ്പൊ ഇവിടെ 10-14 ദിവസമായില്ല. അത്രയും വലിയ വഅദൊക്കെ ഉണ്ട്. ഇവിടെ ആളുണ്ടാവില്ലേ? അൽഹംദുലില്ലാഹ്, നല്ല നാടായിരിക്കും. 10-14 ദിവസം കൊണ്ട് വഅദ് കേൾക്കുക. പക്ഷെ വഅദ് കേൾക്കാൻ മാത്രം പോരാ, എന്തെങ്കിലുമൊക്കെ വേണ്ടേ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇന്ന് മുതൽ തീരുമാനിക്കുക. ഈ സദസ്സിൽ ഇരുന്നിട്ട് ഉസ്താദ് നിങ്ങൾ ഒരുപാട് സലാത്ത് പറയുന്നവർ, എങ്കിലും ഇന്ന് മുതൽ തീരുമാനിക്കുക, കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു 10 സ്വലാത്ത് പറയുമ്പോ നീ ചിന്തിക്കണം, അല്ലാഹുവേ ഈ 10 സ്വലാത്ത് പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ എന്റെ റൂഹ് പിടിക്കണം. എനിക്ക് മരണവേദന കുറയ്ക്കണം. മലമൂത്ര വിസർജനമൊക്കെ നടത്തി കൈകാലുകളിട്ട് അടിച്ച് ഇങ്ങനെ മൃഗങ്ങൾ ചാകുന്നത് പോലെ ചാകാൻ എനിക്ക് വയ്യ റബ്ബേ. 10 സ്വലാത്ത് അതിനു വേണ്ടി. പിന്നീട് ഒരു 10 സ്വലാത്ത് എന്ത്? വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ പോലും കഴിയാത്ത പടച്ചവന്റെ കോടതിയിൽ നിൽക്കുമ്പോൾ മീകായിൽ എന്ന മലക്ക് ഹൗലുൽ കൗസറിലെ വെള്ളം കോരി കുടിപ്പിക്കാൻ. മൂന്നാമതൊരു 10 പറയുമ്പോ എന്ത് ചിന്തിക്കണം? അല്ലാഹുവേ ആരെന്നെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ എന്റെ മക്കൾ എന്നെ കൈയൊഴിഞ്ഞു പോയാലും ഇസ്രാഫീൽ എന്ന മലക്ക് സുജൂദിൽ കടന്നിട്ട് റബ്ബേ ഇവന് പുറത്തു കൊടുത്ത് സ്വർഗം കൊടുക്കാതെ ഞാൻ എഴുന്നേക്കൂല എന്ന് പറഞ്ഞ് കരയാൻ. നാലാമത്തെ 10 നീ സിറാത്ത് പാലത്തി കാലെടുത്ത് വെക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം നിന്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിലെത്തിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി മുതൽ ഇൻഷാ അല്ലാഹ് 40 സ്വലാത്ത് മുടങ്ങാതെ പറയുമെന്ന് നിയ്യത്ത് ചെയ്യുന്നവരൊന്ന് കൈവക്കുക. ഇന്ന് മുതൽ 40 സ്വലാത്ത്.
ആണുങ്ങളൊക്കെ പൊക്കി, പെണ്ണുങ്ങൾക്ക് എന്തോന്നറിയില്ല, ഈമാൻ കൂടുതലായതുകൊണ്ടായിരിക്കും പൊക്കാൻ. അങ്ങനെ ഒന്ന് പൊക്കി, ഞാൻ ഒന്ന് കാണട്ടെ ഇൻഷാ അല്ലാഹ്. പൊക്ക് ചങ്ങാതി, പറയാൻ നിയത്ത് ചെയ്യുന്നവര് കൈ പൊക്കി. അള്ളാഹുവെ പടച്ചവനെ, ഈ ഉയർത്തിയ കൈകൊണ്ട് ഹൗദുൽ കൗസറിലെ വെള്ളം വാങ്ങിച്ചു കുടിക്കാൻ ഭാഗ്യം നൽകണേ അള്ളാഹുവെ. പടച്ചവനെ, മരിക്കാൻ കിടക്കുമ്പോ ശൈത്താൻ കയ്യിൽ വെള്ളവും പിടിച്ച് മാതാപിതാക്കളുടെ രൂപത്തിൽ വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്ലേ വെള്ളം തരാമെന്ന് പറയുമ്പോ ഈ ഉയർത്തിയ കൈകൊണ്ട് തട്ടിക്കളഞ്ഞിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ പടച്ചവനെ. അള്ളാഹുവെ, നന്മ തിന്മ എഴുതിയ കിതാബ് ഈ വലത് കൈകൊണ്ട് വാങ്ങാൻ ഭാഗ്യം നൽകണേ അള്ളാഹുവെ. പടച്ചവനെ റബ്ബേ, സിറാത്തിലൂടെ നടന്ന് സ്വർഗത്തിലെത്തുമ്പോ പ്രവാചകൻ കയ്യിൽ പിടിച്ച് സ്വർഗത്തിന്റെ മുന്നിൽ വിടുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ ഈ സദസ്സിൽ ഇരുന്ന് കൈപൊക്കി ഞങ്ങളെ മാത്രം നീ ഉൾപ്പെടുത്തണേ പടച്ചവനെ. ഞങ്ങളെ മാത്രം നീ ഉൾപ്പെടുത്തണേ പടച്ചവനെ. പൊക്കാത്തവരുടെ കാര്യത്തിൽ നീ തീരുമാനം എടുക്കണേ പടച്ചവനെ. ആമീൻ പറ മനുഷ്യന്മാരെ. ഓനോട് ഞാൻ എന്താ പറഞ്ഞു? സദക്ക കൊടുക്കാൻ പറഞ്ഞു, നിസ്കരിക്കാൻ പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല. ഒരു 40 സലാത്ത്, ഒരു 40 സലാത്ത്. ഇതുപോലും പറയാൻ മനസ്സില്ലാത്തവന് ഇത് വല്ലതും കിട്ടുവോ? കിട്ടൂല. പിന്നെ നിങ്ങൾക്ക് എന്താ ഇത്ര പേടി? ആമീൻ പറയും. കിട്ടുവോ പെങ്ങളെ? നിനക്ക് ഇത്തിരി അഹങ്കാരം കൂടിപ്പോയില്ലേ? ഇത്തിരി പൊക്കാൻ അങ്ങനെ ഒരു ഇൻഷാ അല്ലാഹ് പറയാൻ പറയുമ്പോ വലിയ ഇത്തിരി അഹങ്കാരം, ഇച്ചിരി ജാടയൊക്കെ കൂടുതലാ, പവറൊക്കെ കൂടുതലാ. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നിനക്കതിനുള്ള വിധിയില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. താത്ത പറയുന്നു, ഉസ്താദ് ഒരവസരം കൂടെ തരുമോ? ഒരവസരം കൂടെ തരുമോ? ഇനി ഞാൻ തന്നില്ല എന്ന് വേണ്ട. ഇന്നു മുതൽ മുടങ്ങാതെ ഒരു 40 സ്വലാത്ത് ഈ 4 മലക്കുകൾ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി ചെയ്യാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവരെന്ന് കൈപൊക്കിക്കും. പഠനക്കാര് 2 കൈയും പൊക്കും. ഇതാദ്യം പൊക്കിയിരുന്നെങ്കിൽ എന്നെ കൊണ്ട് ഇത്രയും പറയിക്കണമായിരുന്നു. എന്താ ചങ്ങാതി. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. താത്താമാരൊക്കെ പതുക്കെ വരുന്നേ ഉള്ളൂ, വയല് തീരാറായി. താത്താമാരൊക്കെ പകുതി വരുന്നേ ഉള്ളൂ. അവരിങ്ങനെ ഓരോ സീരിയലും തീരുക. എന്തായാലും പേടിക്കണ്ട, പരസ്പരത്തിന്റെ സമയമാകുമ്പോൾ തിരിച്ചു പോകാം. പരസ്പരവും ചന്ദന മഴയും കറുത്ത മുത്തും കണ്ടിട്ടേ ഉറങ്ങത്തുള്ളൂ. പേടിക്കണ്ട, ഇങ്ങോട്ട് പോകാം. 9 മണിക്ക് ഞാൻ നിർത്തിത്തരാം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ എനിക്കെന്തായാലും ഈ സുഖമില്ലാതെ വന്ന് വയല് പറഞ്ഞപ്പോ എനിക്കിത് മതി. നിങ്ങൾ ഇത്രയും പേര് സലാത്ത് പറയാൻ തീരുമാനിച്ചപ്പോ എന്റെ വയല് കൊണ്ട് എനിക്ക് രക്ഷപ്പെട്ടു. എനിക്ക് ദുനിയാവും ആഖിറവും കിട്ടിയതിനേക്കാളും സന്തോഷം നിങ്ങളിത് പറയാൻ തീരുമാനിച്ചപ്പോഴേ. അപ്പൊ ഇനി വാഴ്ന്നു നിർത്തിക്കൂടെ? എന്തായാലും നിങ്ങളൊക്കെ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ ഇനി വാഴ്ന്നു പറയുന്നതിൽ കാര്യമില്ലല്ലോ. അതുപോലെ നമുക്കൊരു 10 സലാത്ത് പറഞ്ഞ് ദുആ ചെയ്ത് പിരിഞ്ഞാലും വാഴ്ന്നു പറയണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈ പൊക്കിക്ക്. കൈ താഴ്ത്തല്ലേ, ഒന്ന് പൊക്കി. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കണം. ഞാൻ ചോദിക്കും, എന്തായാലും ഒരുപാട് ചെലവേരുണ്ട്, അപ്പോഴും ഇതുപോലെ പൊക്കണം. ഈ പൊക്കിയ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഊരിയെടുക്കണം കേട്ടാ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവൻ നമ്മുടെ മുഖത്ത് കണ്ട ഈ ചിരി മരിച്ചു കിടക്കുമ്പോഴും അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. നമ്മുടെ മയ്യത്ത് കണ്ടിട്ട് പോകുന്നവർ മരിച്ചാൽ ഇങ്ങനെ മരിക്കണമെന്ന് അള്ളാഹുവെ പറഞ്ഞുകൊണ്ടുപോകുന്ന രീതിയിൽ മരിക്കാൻ ഭാഗ്യം നൽകണേ പടച്ചവന്. 2ാമത്തെ വിഭാഗം ഇൻഷാ അല്ലാഹ്. ഇന്നെന്തായാലും വിഷയം തീരൂല, പക്ഷെ ഒരു നല്ല കാര്യം ഞാൻ പറഞ്ഞു തരാം. ഇന്നെന്തായാലും വിഷയം തീരൂല, പക്ഷെ ഒരു നല്ല കാര്യം. ഒന്ന് ഉറങ്ങിയില്ല ഉസ്താദെ, വയല് കേൾക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം വേണ്ട. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു സലാത്ത് പറഞ്ഞു തരുന്നുണ്ട്. ഞാനൊരു ചെറിയ സലാത്ത് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ സദസ്സിൽ ഇരുന്ന് പറയണം ആ സലാത്ത്. ഒരു പ്രാവശ്യം, ഒരേ ഒരു പ്രാവശ്യം നിങ്ങൾ ആരെങ്കിലും അത് പറഞ്ഞ 70 മലക്കുകൾ ഈ ഭൂമിയിൽ ഇറങ്ങി വരും. ആ പറഞ്ഞ സമയത്ത്, ആ പറയുന്ന സമയത്ത് 70 മലക്കുകൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് 1000 ദിവസം രാവും പകലും എഴുതിയാലും നീ പറഞ്ഞ ഒരു സലാത്തിന്റെ പ്രതിഫലം എഴുതി തീർക്കാൻ കഴിയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. 70 മലക്കുകൾ 1000 ദിവസം രാവും പകലും എഴുതിയാലും ഒരു പ്രാവശ്യം പറഞ്ഞ സലാത്തിന്റെ പ്രതിഫലം എഴുതി തീർക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു സലാത്ത് എന്തായാലും ഇന്ന് അവസാനം പറഞ്ഞു തരാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2ാമത്തെ വിഭാഗം നാളെ സിറാത്തിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന 2ാമത്തെ വിഭാഗമേതാ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അന്നാസലഹു സലാത്തത്തുൻ മിൻ വലദിൻ ലം യബ്ലുഗൽ ഇൻസ ലം യരിദിന്നാറ ഇലാ റസൂൽ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നാളെ സിറാത്തിലൂടെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്ന 2ാമത്തെ വിഭാഗമേതാ? എന്റെ പൊന്നുമോളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു തരികയാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ
പോയാ ആ മുസ്ലിമായ മാതാപിതാക്കൾ നാളെ സ്വർഗത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആരുടെയെങ്കിലും പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് 3 മക്കൾ മരണപ്പെട്ടു പോയാൽ ആ മാതാപിതാക്കൾ മുസ്ലിമീങ്ങളാണെങ്കിൽ അവര് നാളെ സിറാത്തിലൂടെ സ്വർഗത്തിലെത്തുന്ന നബിയുനാ റസൂലുള്ളാഹി. നമ്മുടെ മക്കൾക്ക് ഒരു പനി വന്നാൽ നമ്മളെ സഹിക്കാൻ പറ്റും. നമ്മുടെ മക്കൾക്ക് ഒരു പനി വന്നാൽ, എന്തെങ്കിലും ഒരു ചെറിയ രോഗം വന്നാൽ നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റും. പിന്നല്ലേ മരണം ഒരെണ്ണമല്ല 3 അള്ളാഹു അങ്ങനെ ഒരു ദുരന്തത്തിൽ നമ്മളെ കാത്തുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുകയാണ്, എന്റെ പൊന്നുമോളെ, അള്ളാഹു നിന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടൊന്നുമല്ല. ഇതുപോലെ പടച്ചവന് ചിലരെ വല്ലാത്ത ഇഷ്ടമാണ്. അള്ളാഹു അവരെ പരീക്ഷിക്കും. ചിലർക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും കൊടുക്കുന്നത് അള്ളാഹിന് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. പക്ഷേ മറ്റു ചിലർക്ക് അള്ളാഹു കൊടുക്കുന്നത് അവരെ വേദനിപ്പിക്കാൻ വേണ്ടിയാണ്. മറ്റു ചിലരെ പടച്ചവൻ വേദനിപ്പിക്കാൻ വേണ്ടിയാ. ആർക്കാ പടച്ചവൻ വേദനിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്നത്? അള്ളാഹുവിനെ മറന്നുകൊണ്ട് ദുനിയാവിന്റെ തൊലിക്കുമുകളിലൂടെ നിസ്കരിക്കാതെ പടച്ചവന് അഹങ്കാരികളെ പോലെ, ധിക്കാരികളെ പോലെ നടക്കുന്നവരെ അള്ളാഹു വേദനിപ്പിക്കും. അവന് വന്നാ പഠിക്കില്ലല്ലോ. അവന് വന്നാൽ, അള്ളാനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരുത്തന് അവനെന്തെങ്കിലും വന്നാ അവൻ വിചാരിക്കും ഞാൻ ചെയ്തു കൂട്ടിയതനുസരിച്ച് നോക്കുമ്പോ ഇത് വലിയതൊന്നുമല്ല. പക്ഷേ പെങ്ങളെ, എന്റെ പൊന്നുമോളെ, നീ അള്ളാനെ മറന്നുകൊണ്ട് നടന്നാ നിനക്ക് സൂപ്പർ 8ന്റെ പണിയെ പടച്ചവൻ തരത്തുള്ളൂ. തന്നാ നല്ലതേ തരൂ, തന്നാ നല്ലതേ തരൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ഓർമ്മപ്പെടുത്തുന്നു, നീ വിചാരിക്കുന്നു നീ അള്ളാനെ മറന്നുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിച്ച പടച്ചവൻ നിനക്ക് നല്ല വേദന തരും. എന്ത് വേദനയെന്നറിയുവോ? എന്ത് വേദനയെന്നറിയുവോ? അള്ളാഹു നിന്റെ മക്കൾക്ക് മാരക രോഗം തരും. പടച്ചവൻ നിന്റെ മക്കൾക്ക് മാരക രോഗം തരും. നിനക്ക് തന്നാ വേദനിക്കില്ല, പക്ഷെ നീ നൊന്ത് പ്രസവിച്ച് നിന്റെ മക്കൾക്ക് തന്നാ വേദനിക്കും. നിന്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ, അവന്റെ വെട്ടിക്കീറിയ മയ്യത്ത് നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് അള്ളാഹു നിന്നെ കരയിപ്പിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മതി മറന്നില്ലേ എന്റെ പെങ്ങൾ? മതി മറന്നുപോയില്ലേ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പെങ്ങൾമാർക്ക് ഇന്നൊരു ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ സർവ്വതും മറന്നു കഴിഞ്ഞല്ലോ, സർവ്വതും മറന്നു കഴിഞ്ഞല്ലോ. എല്ലാം ഒരു ഫോണിന്റെ തുമ്പത്ത് പാതിരാത്രിയിൽ തന്റെ കയ്യിലേക്ക് ഒരു ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ സർവ്വതും മറന്നുകൊണ്ട് ദുനിയാവിന്റെ തൊലിക്കുമുകളിലൂടെ അഹങ്കാരികളെ പോലെ നടന്നു പോകുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, എന്റെ പെങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ. എന്റെ പെങ്ങളെ, കഴിഞ്ഞ മാസം എന്റെ വീടിന്റെ പോരത്ത്, കഴിഞ്ഞ മാസം എന്റെ വീടിന്റെ പോരത്ത് എന്റെ അയൽവാസിയായ 3 വയസ്സുള്ള ഒരു പെണ്ണുമോളുണ്ട്. എന്തൊരു സന്തോഷമെന്നറിയുമോ? എന്തൊരു സന്തോഷമെന്നറിയുമോ? എല്ലാവരെയും പുഞ്ചിരിയോടെ സ്വീകരിക്കുന്ന പൊന്നുമോൾ, ആ പ്രിയപ്പെട്ട പൊന്നുമോളിന്നാരൊരു മണ്ണിനകത്താ സംഭവിച്ചതെന്തെന്നറിയുമോ? എന്റെ പൊന്നുമോളെ, ഉമ്മയുടെ ഫോണിലേക്ക് ഒരു ഫോൺ വരികയാ, ഉമ്മയ്ക്കൊരു കോള് വരികയാ. ആരാ വിളിച്ചതെന്നറിയില്ല, ആരാ വിളിച്ചതെന്നറിയില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഫോൺ കോള് വരികയാ. ഫോൺ വരുമ്പോ മക്കളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ മടിയാണല്ലോ. വിളിക്കുന്നത് കാമുകനാണല്ലോ, വിളിക്കുന്നത് കാമുകനാണല്ലോ. അതകടച്ചിട്ട് വീടിന്റെ മുകളിലോ വെളിയിലോ പോയി നിന്ന് സംസാരിക്കുമ്പോ പ്രിയപ്പെട്ട പെങ്ങൾ അടുക്കളയുടെ വാതിലുടെ വിലക്ക് വെളിയിൽ പോയി സംസാരിക്കുകയാ. അതാ ഫോണിലിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ 3 വയസ്സുള്ള പൊന്നുമോൾ, 3 വയസ്സുള്ള പൊന്നുമോൾ വീടിനകത്തിങ്ങനെ നോക്കുമ്പോൾ എലിവശം കലർത്തിയ ബിസ്ക്കറ്റുണ്ടല്ലോ, എനിക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റുണ്ടല്ലോ, വീടിനകത്തിരിക്കുകയാ, വീടിനകത്തിരിക്കുകയാ. പൊന്നുമോള് കടന്നു വന്നിട്ട് ബിസ്ക്കറ്റ് എടുത്ത് വായിക്കകത്തേക്ക് വെക്കുകയാ. തന്റെ വായിക്കകത്തേക്ക് വെച്ച് തിന്നുകൊണ്ടിരിക്കുമ്പോ 3.5 മാസം പ്രായമുള്ള തന്റെ പൊന്നനിയനുണ്ടല്ലോ, തൊട്ടിനകത്ത് കിടക്കുകയാ, തൊട്ടിനകത്ത് കിടക്കുകയാ. അതാ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കൈ കാണിക്കുമ്പോ 3 വയസ്സുള്ള പൊന്നുമോ, 3 വയസ്സുള്ള പൊന്നുമോ അതാ തന്റെ പൊന്നനിയന്റെ വായിക്കകത്തേക്ക് വെച്ചു കിടക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, 2 പേരും എലിവശം തിന്നുകയാ. ബിസ്ക്കറ്റ് തിന്നു കഴിയുമ്പോ ഒന്നതൊന്നും അറിയുന്നില്ല. അവൾക്കൊരു ഫോൺ വന്നു കഴിഞ്ഞ പെങ്ങളെ കാലുകം വിളിച്ചു കഴിഞ്ഞ സർവ്വതും മറന്നില്ലേ പെണ്ണേ? ആ പെണ്ണിനെ പടച്ചവന് വേദനിപ്പിച്ചത് എങ്ങനെയെന്നറിയുമോ? 3 വയസ്സുള്ള പെണ്ണിനോട് ഫോൺ വിളിച്ചിട്ട് വീടിനകത്ത് കിടന്നു വരുമ്പോ അതിലൂടെ പടകൾ വന്നിട്ട് വീടിനകത്ത് കിടക്കുകയാ, വീടിനകത്ത് കിടക്കുകയാ. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. ജനങ്ങളെ മുഴുവനും
വിളിച്ചു കൂട്ടുകയാണ്. ആരുമതാ എല്ലാവരും ഓടി വന്നിട്ട് 3 വയസ്സുള്ള കുഞ്ഞുമോളെ എടുക്കുന്നു. ആരുമതാ തൊട്ടിൽ കിടക്കുന്ന 3.5 മാസം പ്രായമുള്ള കുഞ്ഞിനെ ഒരു മനുഷ്യരിൽ തിരിഞ്ഞു നോക്കുന്നില്ല. അവൻ ഉറങ്ങുകയാണെന്ന് എല്ലാവരും കരുതി. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ 3 വയസ്സുള്ള കുഞ്ഞുമോളെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോ എന്റെ മുഖത്തേക്ക് അല്പം വെള്ളമൊടിച്ചിട്ട് ഒരാൾ ചോദിച്ചു, മോനെ ഒരുപാട് നിന്നു എവിടെ നിന്നാണ് എടുത്തത്? ആ സമയത്താ കുഞ്ഞുമോള് പറയുന്നു, ഞാൻ മാത്രമല്ല തിന്നത്, കുഞ്ഞിനും കൊടുത്തെന്ന് പറയുമ്പോൾ എല്ലാവരും ഓടിച്ചെന്ന് നോക്കുമ്പോ ഇതിനകത്ത് 3.5 മാസമുള്ള കുഞ്ഞു കിടക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ എടുത്തുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ 3 വയസ്സുള്ള പെണ്ണുപോൾ ആ പെണ്ണുമകളുടെ വെട്ടിക്കേറിയ മയ്യത്ത് വീട്ടിലേക്ക് കൊണ്ടുവരികയാ. പന്നിയിൽ പൊതിഞ്ഞ് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് പുഞ്ചിരി പോകി നടന്ന പെണ്ണുമകളുടെ ശരീരമുണ്ടല്ലോ. ഒരിക്കൽ കൂടെ നോക്കാനൊരു മനുഷ്യനും തോന്നിയില്ല. ആ പെണ്ണുമകളെ കണ്ടയാൾക്കും പിന്നെ നോക്കാൻ തോന്നിയില്ല. അവസാനമുണ്ടല്ലോ. എന്റെ പെണ്ണുമകളുടെ മയ്യത്ത് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് വീടിന്റെ വെളിയിലേക്ക് എടുക്കുമ്പോ ഉമ്മ പറയുന്നു, മോനെ എന്റെ പൊന്നുമോളെ ഒന്നുകൂടെ കാണിച്ചു തരുമോ? എന്റെ പൊന്നുമോളെ ഒന്നുകൂടെ ഞാനിങ്ങനെ നോക്കട്ടെ. എന്റെ പൊന്നുമോൾക്ക് ഞാനൊരു ചുംബനം കൊടുക്കട്ടെ. കരഞ്ഞിട്ട് കാര്യമുണ്ടോ? സമവിട്ട അമ്മേ പൊന്നുമകളെ എന്നെ കൈവിട്ടോ കാണുന്ന പൊന്നേ പൊന്നുമോളെ പോവുകയാണോ? ഇനി എന്നാണീ നിങ്ങളൊന്ന് കാണുന്നത്? പടച്ചവൻ നിന്നെ കരയിപ്പിക്കും. നിങ്ങള് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഈ മാസം ഏപ്രിൽ മാസം തുടക്കത്തില് കാസർഗോഡ് ജില്ലയിലെ കണ്ടതല്ലേ ശിവയെന്ന പെണ്ണുപോൾ എന്റെ ഉമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്കൂളിലേക്ക് കടന്നുപോയ 3 വയസ്സുള്ള ശിവയെന്ന പെണ്ണുപോൾ അതാ ഓടിയത്, അതാ താങ്കരലോട് പയറിനരിയിൽ കയറിയിട്ട് ആ പൊന്നുമകളുടെ പച്ചകരച്ച് റോഡിൽ നിന്ന് വാരിയെടുത്തെങ്കിലേ എന്റെ പൊന്നുമക്കളെ അല്ലാതെ മറന്നുകൊണ്ട് നടക്കല്ലേ, പരസ്പരം വിക്കരിച്ചുകൊണ്ട് നടക്കല്ലേ. എന്റെ വൃത്തികേടുകൾ കാണിച്ചിട്ട് ആരും അറിഞ്ഞില്ലല്ലോ, ആരും ധരിച്ചില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വ്യതികരിച്ചുകൊണ്ട് ദുനിയാവിന്റെ വെളിച്ചങ്ങളിൽ നടക്കുമ്പോ ഓർമ്മപ്പെടുത്തുന്ന പെണ്ണ് പല നാൾ തള്ളി ഒരു നാൾ പിടിക്കപ്പെടുന്നത്. അല്ല നിന്നെയും കരയിപ്പിക്കുന്നോട്, പരസ്പരം നിന്നെയും വേദനിപ്പിക്കുന്നോട്. അതുകൊണ്ട് അല്ലാതെ റസൂല് പറയുകയാ ആരുടെയെങ്കിലും 3 മക്കൾ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മരണപ്പെട്ട ആ മാതാപിതാക്കൾ നാളെ സിറാത്തിലൂടെ അതാ പ്രകാശത്തിന്റെ വേഗതയിൽ സ്വർഗത്തിലെത്തിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ മക്കൾക്കൊക്കെ ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോ നമ്മുടെ മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ട അവസ്ഥ അല്ലാഹു നമുക്ക് തരാതിരിക്കുമാറാകട്ടെ. നമ്മുടെ പിഞ്ചു മക്കളുടെ മയ്യത്തിന്റെ മുകളിൽ മണ്ണ് വാരിയിടേണ്ട ഗതികേട് ഈ സദസ്സിലിരിക്കുന്ന ഒരാൾക്ക് പോലും അല്ലാഹു തരാതിരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ സിറാത്തിലൂടെ സ്വർഗത്തിൽ പോകുന്ന 2ാമത്തെ വിഭാഗം ആരുടെയെങ്കിലും 3 മക്കൾ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ മരണപ്പെട്ട അവര് സ്വർഗത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3ാമത്തെ വിഭാഗം ഇൻഷാ അല്ലാഹ് 6 വിഭാഗമാണുള്ളത്. 6 വിഭാഗമാവുള്ളത്. ഞാൻ 3 വിഭാഗം കടം വെക്കാം, 1 വിഭാഗം കൂടെ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത വാഴത്തിന്റെ മുന്നിൽ ഒരു അരമണിക്കൂറെങ്കിലും എനിക്ക് റെസ്റ്റ് എടുക്കണം. അടുത്ത വയത് രാമന്തലിക്കാർ ഇപ്പൊ ഫോണിൽ അടിച്ചുകൊണ്ടിരിക്കുക 9 മണിക്ക് ഇവിടെ എത്തണം. അതുകൊണ്ട് 9:30 അവിടെ തുടങ്ങണം. ഇവിടെ നിർത്തിയാലല്ലേ, ഇവിടെ 9 മണിക്ക് നിർത്തിയാലേ അവിടെ 9:30 എത്തത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3ാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുന്ന 3ാമത്തെ വിഭാഗം ഏതാ? മൻ ഫറജ അല മുസ്ലിമിന ഖുർബറൻ ജഅലല്ലാഹു തആല യൗമൽ ഖിയാമത്തി ശുബതൈൻ മിൻ നൂരി അല സിറാത്ത്. നാളെ
സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ രണ്ട് കൈയിലും പ്രകാശം വെച്ച് നടന്നു പോകുന്ന വിഭാഗമേതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നാളെ പടച്ചവന്റെ നരകത്തിന്റെ മുകളിലൂടെ വലിച്ചെത്തിയിരിക്കുന്ന സിറാത്ത് എന്ന പാലത്തിന്റെ മുകളിലൂടെ രണ്ട് കൈയിലും പ്രകാശം വെച്ച് നടന്നു പോകുന്നവനാണെന്നറിയുമോ? അത് പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാ, രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ പണം കൊടുക്കുന്നവരാ, വിവാഹപ്രായത്തിൽ കെട്ടിച്ചു കൊടുക്കാൻ കഴിവില്ലാതെ ഒരു ഗ്രാമിന്റെ സ്വർണം പോലുമില്ലാതെ കഴിവില്ലാതെ വീടിനുകത്തിരുന്ന് കിടക്കുന്ന പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി സ്വതന്ത്ര കൊടുക്കുന്നവരാ, ദീനങ്ങളെ സഹായിക്കുന്നവരാ. അല്ലാന്റെ റസൂല് പറയുകയാ, അല്ലാന്റെ റസൂല് പറയുകയാ, പാവപ്പെട്ടവന്റെ കണ്ണീരിക്കുന്നവൻ നാളെ രണ്ട് കൈയിലും പ്രകാശം വെച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത് നബിയുനാ റസൂലുള്ളാഹി. രണ്ട് കൈയിലും പ്രകാശം വെച്ചുകൊണ്ട് പോകുക ആര്? പാവപ്പെട്ടവരെ സഹായിക്കുന്നവർ, യതീമിങ്ങളെ സഹായിക്കുന്നവർ, ഒരു മുസ്ലിമിന്റെ ബുദ്ധിമുട്ട് മാറ്റിക്കൊടുക്കുന്നവനുള്ള പ്രതിഫലം അള്ളാഹു നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ഇതിന്റെ സംഘാടകരൊക്കെ ആ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇതിന്റെ സംഘാടകരൊക്കെ അവരുടെ ലക്ഷ്യങ്ങളൊക്കെ അതൊക്കെ തന്നെയാണ്. അള്ളാഹു സാധിച്ചു കൊടുക്കുമാറാകട്ടെ. ഒരു പാവപ്പെട്ടവനെ സഹായിച്ചാൽ കിട്ടുന്ന പ്രതിഫലം തന്നെ. ഒരു പാവപ്പെട്ടവനെ സഹായിച്ചാൽ കിട്ടുന്ന പ്രതിഫലം അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. അള്ളാന്റെ ഖുർആൻ പറയുകയാ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, മിസ്കീനന വയതീമൻ വഅസീറാ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംറീറാ فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا. പാവപ്പെട്ടവരെ സഹായിക്കുന്നവരെ, യതീമിങ്ങളെ സഹായിക്കുന്നവരെ, മരുന്ന് വാങ്ങാൻ പണമില്ലാത്തതിനെ കൊടുക്കുന്നവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന നിനക്ക് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലമുണ്ട്. ഏറ്റവും ശരിയായ ദിവസമുണ്ടല്ലോ, ഏറ്റവും ശരിയായ ദിവസമുണ്ടല്ലോ. ആ ദിവസത്തിൽ നിനക്ക് രക്ഷയാ പൊന്നുമോളെ. പടച്ചവന്റെ കോടതിയിൽ നിനക്ക് കരയേണ്ടി വരില്ല, പടച്ചവന്റെ കോടതിയിൽ നിനക്ക് വേദനിക്കേണ്ടി വരില്ല, പടച്ചവന്റെ കോടതിയിൽ നിനക്ക് തെറ്റിയിരിക്കേണ്ടി വരില്ല. രണ്ടാമത്തെ പ്രതിഫലമുണ്ട്, രണ്ടാമത്തെ പ്രതിഫലമുണ്ട്. അല്ലാഹുവിനെ കാണണ്ടേ മോളെ, അല്ലാഹുവിനെ കണ്ടുമുട്ടണ്ടേ, പടച്ചവന്റെ നിക്കാഹ് കാണണ്ടേ, പടച്ചവനെ കണ്ടുകൊണ്ട് ചിരിക്കാൻ മോഹമുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, പാവപ്പെട്ടവനെ സഹായിച്ച നിനക്ക് പടച്ചവന്റെ നിക്കാഹ് കാണാൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ എന്റെ വഅദ് നിർത്തുകയാ ഒരു കാര്യം പറഞ്ഞുകൊണ്ട്. സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് വരിക. സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് വരുമ്പോ നിന്റെ പോക്കറ്റിൽ കൈയിട്ടിട്ട് ഒരു സദഖ എടുക്കുമ്പോ നീ നിയ്യത്ത് ചെയ്യണം, അല്ലാഹുവേ മരിക്കുവോളം ഒരു മനുഷ്യന്റെ മുന്നിലും ഈ പൈസ എടുക്കുന്ന കൈ നീട്ടി തെണ്ടേണ്ട ഗതികേട് എനിക്ക് എന്റെ മക്കൾക്കും തരല്ലേ അല്ലാഹ്. വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ പോയിരുന്നിട്ട് മക്കളെ കെട്ടിക്കാൻ പണമില്ല, വീട് വെക്കാൻ പണമില്ല, ചികിത്സിക്കാൻ പണമില്ല, എന്തെങ്കിലും തരണേ എന്ന് തെണ്ടേണ്ട ഗതികേട് അല്ലാഹുവേ ഈ സദഖ കൊടുക്കുന്ന ഒരാൾക്ക് പോലും നീ കൊടുക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ ഒരാൾക്ക് പോലും അങ്ങനൊരു ഗതികേട് കൊടുക്കല്ലേ അല്ലാഹുവേ. പടച്ചവനെ റബ്ബേ, മറ്റുള്ളവന്റെ മുന്നിൽ കൈനീട്ടിയിട്ട് മക്കളെ പോറ്റേണ്ട ഗതികേട് ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ അല്ലാഹുവേ. ഈ സദഖ കൊടുക്കുന്ന കയ്യിൽ
നാളെ രണ്ട് കൈയിലും പ്രകാശം വെച്ച് സിറാത്തിലൂടെ സ്വർഗത്തിലെത്താനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹുവേ. പടച്ചോൻ സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും അൽഹംദുലില്ലാ പെട്ടെന്നൊരു സദക്ക പോക്കറ്റ് കൈയിട്ട് ഒന്ന് കൈയിട്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് പെട്ടെന്നിട് പെട്ടെന്നിട്ട് പ്രതിഫലം പറയാം. പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം പെട്ടെന്ന്. ഒന്നാമത്തെ പ്രതിഫലം ബക്കറ്റിൽ പൈസ ഇടുന്നവർക്ക് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം, നിന്റെ ഭാര്യ സാലിഹത്താകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിങ്ങളുടെ ഭാര്യമാരാരാകും? സാലിഹ. നീ എങ്ങുവടാ, എനിക്ക് സാലിഹായ ഭാര്യ വേണമെന്നുണ്ടടാ, പെട്ടെന്ന്. ഒന്നാമത്തെ പ്രതിഫലം, നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർ സാലിഹീങ്ങളും സാലിഹത്തുമാകും. 2, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സാലിഹായ മക്കളെ കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 3, ഈ ബക്കറ്റിനകത്ത് 1 രൂപയെങ്കിലും ഇടുന്ന മനുഷ്യന് കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം, ഇന്ന് രാത്രി നിന്റെ വീട് കാണാൻ മലക്ക് വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 പ്രതിഫലം. 1, നിങ്ങളുടെ പെണ്ണ് കെട്ടിയവർ സദക്ക ഇടുമ്പോ സാലിഹത്തായ ഭാര്യ ആകാൻ വേണ്ടി, സാലിഹത്തായ കിട്ടാൻ വേണ്ടി. കെട്ടിയവരോ ഉള്ളത് നേരെയാകാൻ വേണ്ടി ഒരു നിയത്ത്. 2, നിനക്ക് സാലിഹായ മക്കളെ കിട്ടും. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ സാലിഹീങ്ങളാണോ? പ്രായമുള്ള വാപ്പമാരൊന്ന് ചിന്തിച്ച്, നിങ്ങളുടെ വാപ്പ ഇങ്ങനെ ഒരു വിരല് കാണിച്ചിട്ട് ഇങ്ങനെ വിളിച്ചാൽ നിങ്ങൾ മുമ്പിൽ പോയി നിൽക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നിങ്ങളുടെ വാപ്പ ഇങ്ങനെ നാക്കിയാൽ മതി, പോയി ഫ്രണ്ടിൽ നിൽക്കും. പക്ഷെ ഇന്ന് വീട്ടിൽ പോയിട്ട് സ്വന്തം മോനെ 5 വിരല് കാണിച്ചിട്ട് വിളി പോടാന്ന് പറഞ്ഞ അവനവന്റെ പണിയെ നോക്കിപ്പോ. തലതിരിഞ്ഞ മക്കൾ വല്ലാത്ത വേദന. എത്രയോ ഉമ്മ പെങ്ങന്മാര് കണ്ണീര് കുടിക്കുന്നത്, എത്രയോ വാപ്പമാര് കണ്ണീര് കുടിക്കുന്നത് മക്കള് കാരണം. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങളാക്കുമാറാകട്ടെ. അല്ലെങ്കിൽ തലതിരിഞ്ഞ മക്കളായി പോകും. തിരുവനന്തപുരത്ത് ഒരു പയ്യനാണെങ്കിൽ സ്കൂള് വിട്ടിട്ട് എന്നും താമസിച്ചാ വരുന്നത്. ഇവൻ ഒറ്റയ്ക്കേ വരത്തുള്ളൂ. അപ്പൊ ഇവന്റെ വാപ്പ ഒരു ദിവസം, ഇവന്റെ കൂട്ടുകാരെല്ലാം കൂട്ടമായിട്ട് വരും, ഇവൻ തനിച്ചു വരും. അപ്പൊ ഇവന്റെ വാപ്പ ഒരു ദിവസം ചോദിച്ചു, മോനെ, കൂട്ടുകാരെല്ലാം കൂട്ടമായിട്ട് വരും, നീ എന്താടാ എപ്പോഴും ഇങ്ങനെ തനിച്ചു വരുന്നത്? നീ എപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്കാണല്ലോ വരുന്നത്. ആ സമയത്ത് ഈ മകൻ വാപ്പയോട് പറഞ്ഞു, വാപ്പ, പന്നികൾ കൂട്ടമായിട്ട് വരും, സിംഹം തനിച്ചേ വരത്തുള്ളൂ. സിംഹം തനിച്ചേ വരൂ, പന്നികൾ കൂട്ടമായിട്ട് വരുമെന്ന്. അതുപോലെയുള്ള മക്കള് നമുക്കുണ്ടാകാതിരിക്കാൻ അതുകൊണ്ട് നല്ലൊരു സദഖ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ലെന്ന് വേണ്ട. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ, നാളെ സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ 2 കൈയിലും പ്രകാശം വെച്ചുകൊണ്ട് നടന്നു പോകാൻ ആഗ്രഹമുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു പാവപ്പെട്ട മനുഷ്യൻ കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായിരുന്നു, ധരിക്കാനൊരു വസ്ത്രം പോലുമില്ല, പുതയ്ക്കാനൊരു പുതപ്പ് പോലുമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് കടന്നുകൊണ്ട് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുകയാ. അവിടെന്ന് പറയുന്നത് കൊടുക്കാറൊന്നുമില്ല. അല്ലാഹുവിന്റെ റസൂലാ പരിസരത്തിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളും എന്റെ കരളിന്റെ രസമായ ഫാത്തിമ റളിയല്ലാഹു തആല ഇവിടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാ. ഫാത്തിമാന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാ. ആ മനുഷ്യനതാ ഫാത്തിമ റളിയല്ലാഹു തആല ഇവിടെ വീടിന്റെ മുന്നിൽ ചെന്നിട്ട് സലാം പറഞ്ഞിട്ട് പറയുന്നു, ഫാത്തിമ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി ഫാത്തിമ, എനിക്ക് പുതയ്ക്കാനൊരു പുതപ്പ് പോലെയുള്ള ഫാത്തിമ, രാത്രിയിൽ ഞാൻ ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രമല്ലാതെ എനിക്കൊരു പുതപ്പ് പോലെയുള്ള ഫാത്തിമ, എനിക്കെന്തെങ്കിലും തരണേ എന്ന് പറയുന്നു. വീടിനകത്തേക്ക് കടന്നു ചെല്ലുകയാ. വീടിനകത്തേക്ക് കടന്നു ചെന്നതിന് പറയുകയാ. ആ മനുഷ്യന് കൊടുക്കാനുള്ളത് അവസാനം കൊടുക്കാതില്ല. അവിടെ നോക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട പെൺമക്കൾ ഹസൻ ഹുസൈനുണ്ടല്ലോ, രണ്ടുപേരും കിടക്കുന്നതൊരു പുതപ്പിന്റെ മുകളില, കിടക്കുന്നതും പുതയ്ക്കുന്നതും ഒരേ പുതപ്പ. ആകയാ വീട്ടിലുള്ള വസ്തുവാണ് കടന്നു ചെന്നിട്ട് തന്റെ പിഞ്ചമക്കളെ എടുത്ത് താഴേക്ക് കിടത്തിയിട്ട് ആ പുതപ്പ് മടൽ കിട്ടുന്നതെന്നാ
മനുഷ്യന്റെ കയ്യിലേക്ക് കൊടുക്കുകയാ, വളരെ സന്തോഷത്തോടെ വാങ്ങുകയാ. എന്നിട്ട് പറയുന്നു, മോളെ ഫാത്തിമ, എനിക്ക് വേണ്ടത് പുതപ്പല്ല ഫാത്തിമ, എനിക്ക് പുതപ്പല്ല വേണ്ടത് ഫാത്തിമ. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി ഫാത്തിമ പച്ചവെള്ളം കുടിച്ചിട്ടാ നടക്കുന്നത്, ശരീരം തളരുന്നു മോളെ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളെ, പ്രവാചകന്റെ കണ്ണുപോലാണ് നിന്റെ കണ്ണിരിക്കുന്നത്, പ്രവാചകന്റെ ചെവി പോലെയാണ് നിന്റെ ചെവിയിരിക്കുന്നത്. അതുകൊണ്ട് ഫാത്തിമ, എനിക്ക് കഴിക്കാൻ ഇച്ചിരി ഭക്ഷണം തരുവോ? വീടിനകത്ത് കയറിയിരുന്ന് കരയുകയാ. കുടിക്കാറൊന്നുമില്ല, പച്ചവെള്ളം പോലും കുടിക്കാറില്ല. വീടിനകത്തിരുന്ന് കരഞ്ഞുകൊണ്ട് അവസാനം എന്തോ ഓർമ്മ വരികയാ, എന്തോ ഓർമ്മ വരികയാ. ചാലിയുടെ വീടിന്റെ മൂലയിലേക്ക് കടന്നു കൊണ്ടുവോ എന്റെ തുണികൾക്കിടയിൽ ഒരു ചെറിയ പെട്ടിയിരിക്കുകയാ, ഒരു ചെറിയ പെട്ടിയിരിക്കുകയാ. പെട്ടിയെന്തോ കൊടുക്കുകയാ, അതിനകത്തൊരു മുത്തുമാല വെച്ചിരിക്കുകയാ. മുത്തുമാല എടുക്കുമ്പോഴേ കണ്ണു പറയുകയാ, എന്റെ ചുണ്ടിനടുക്കിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് കൊടുക്കുന്നവൻ കൊടുക്കുകയാണ്. എന്നിട്ട് പൊട്ടിപ്പറഞ്ഞുകൊണ്ട് വീടിനകത്ത് കണ്ണുനീര് തുടച്ചിട്ട് വീടിന്റെ വെളിയിൽ നിൽക്കുന്ന പാവപ്പെട്ട സ്ത്രീയായ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ മുന്നിലേക്ക് ഓടി വന്നിട്ട് പറയുകയാ, തരാൻ ഭക്ഷണമില്ല, പണം തരാൻ എന്റെ കയ്യിലില്ല, ആകെയുള്ള ഈ മാലയാ, ആകെയുള്ള ഈ മാലയാ, ഇത് വിട്ടിട്ട് കിട്ടുന്ന പണം കൊണ്ട് ഭക്ഷണം വാങ്ങി കഴിക്കരുത് എന്ന് പറഞ്ഞ് കഥകരച്ചിട്ട് വീടിനകത്തേക്ക് കയറിയോടുകയാണ്. ആ മനുഷ്യനുണ്ടല്ലോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ പൊന്നുപോലിനോട് പുതപ്പ് തന്നി നബിയേ, അങ്ങയുടെ പൊന്നുപോലെ പാതിരാത്രിയിൽ കിടക്കുമ്പോ പുതക്കാൻ എനിക്ക് പുതപ്പ് തന്നി നബിയേ, എനിക്ക് പണം തന്നി നബിയേ, തരാൻ ഭക്ഷണമില്ല, പണമില്ലാതെ ഒരു മാലയുടെ എന്റെ കയ്യിലേക്ക് തന്നി നബിയേ. പക്ഷേ അതിന്റെ കയ്യിൽ തന്നപ്പോ ഫാത്തിമാന്റെ കണ്ണ് നിറയുന്നത് കണ്ടു നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോ പ്രവാചകനെ ചാടിയെഴുതേക്കുകയാ, പ്രവാചകനെ ചാടിയെഴുതേക്കുകയാ. എന്റെ പൊന്നുമകളെ കരകണമെങ്കിൽ അതിന് കാരണമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് ചോദിച്ചു, മനുഷ്യ, എന്റെ പൊന്നുപോല് കൊണ്ട മാലയെന്ന് കാണിക്കുമോ, എന്റെ പൊന്നുപോല് കൊണ്ട മാലയെന്ന് കാണിക്കുമോ, അതെന്നോ തീർത്ത് കാണിക്കുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞ് താടിരോഗങ്ങളിലൂടെ കണ്ണീരൊലിക്കാൻ തുടങ്ങി. ഏത് മാലയും നിറയുമോ, ഏത് മാലയും നിറയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ഖദീജ റളിയല്ലാഹു തആല കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന വനിതയാ, എല്ലാ ദീനിലേക്ക് കൊടുക്കുകയാ, എല്ലാ പടച്ചവന്റെ ദീനിലേക്ക് സഹായിക്കുകയാ. അവസാനം മരണത്തോട് നിൽക്കുമ്പോൾ തടസ്സമെടുത്തപ്പോ എന്റെ പ്രിയപ്പെട്ട പൊന്നുപോലെ അടുത്തേക്ക് വിളിക്കുകയാ. അവിടുന്ന് പറയുന്ന മോളെ ഫാത്തിമ, ഒരുപാട് സ്വർണ്ണം തരുമെന്ന് ആഗ്രഹമെന്ന പോലെ എന്റെ ശരീരത്തിൽ ഒരുപാട് സ്വർണ്ണമിട്ട് കാണണമെന്നും ബോധമുണ്ട്. പക്ഷേ എന്റെ കയ്യിൽ തരാനെന്നതുന്ന പോലെ, എന്റെ കയ്യിൽ ഒന്നും തരാനെന്ന പോലെ ഇസ്ലാമിന് വേണ്ടി കരുതലുകൊടുത്തിരിക്കുകയാ. അവസാനം തന്റെ സക്കറാത്തിന്റെ വേളയിൽ എന്റെ കല്ലിൽ കിടന്നവര് മുത്തുമാലയെടുത്തിട്ട് അതിലുണ്ടാകും കാലാളുകളോട് പിടിച്ചിട്ടും വരം കൊടുത്തിട്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നുപോലെ പാർവതിയോട് കൊടുത്തിട്ട് പറയുകയാ, മോളെ ഫാത്തിമ, ഇത് കളയല്ലേ പൊന്നുപോലെ, ഇത് കളയല്ലേ പൊന്നുപോലെ. എനിക്ക് വേദന വരുമ്പോ, എനിക്ക് വിഷമം വരുമ്പോ, ഈ ഉമ്മാന ഓർമ്മ വരുമ്പോ എടുത്തു വെച്ചെന്ന് ചിന്തിക്കലേ ഫാത്തിമ. മരണസമയത്ത് എന്റെ പ്രിയപ്പെട്ട ഉമ്മ കൊടുത്ത മാലയാ, പാവപ്പെട്ട കൊടുത്തത് വീടിന്റെ വെളിയിൽ വന്ന് കരഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ട പെണ്ണോട് എത്രയോ നിന്റെ വീടിന്റെ മുന്നിൽ വരുന്നല്ലോ, എത്രയോ നിന്റെ മദ്രസകളിൽ നിന്നോ കോഴിക്കലിലോ വിവാഹപ്രായം എത്തിപ്പെട്ട പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി എന്റെ മുന്നിൽ ചോദിക്കുന്നു. ശരീരം മുഴുവൻ സ്വർണ്ണം ഇട്ടുകൊണ്ട് നടന്നാലും ഇതിനു വേണ്ടി കൊടുക്കാത്ത പെണ്ണേ, നാളെ ഫാത്തിമയുടെ പുറകിൽ സ്വർഗത്തിൽ പോകുന്നവളല്ലേ.
നാളെ ഫാത്തിമയുടെ പുറകിൽ സ്വർഗ്ഗത്തിൽ പോകുന്നവരല്ലേ? ഫാത്തിമ റളിയല്ലാഹു തആല എത്രയോ ദിവസം നിന്റെ ഭർത്താവ് മകളും പട്ടിണി കിടക്കുകയാ, എത്രയോ ദിവസം പച്ചവെള്ളവും താരത്തെയും കഴിച്ചുകൊണ്ട് നടന്നു. എന്നിട്ട് പോലും ചരിത്രം പറയുകയാ. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പെൺമകളുടെ വീട്ടിലേക്ക് കടന്നു വരുന്നു. അതാ ഹസൻ ഹുസൈനിലെ രണ്ടുപേരും എന്ന് പറയുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോനെ ഫാത്തിമ, മക്കള് കരയുന്നത് കണ്ടു, അവർക്ക് പാല് കൊടുത്തു ഫാത്തിമ. പ്രവാചകന് സഹാബത്തിന്റെ മുന്നിൽ പോയി സൈന്യത്തെ നടത്തുകയാ. പക്ഷേ മക്കളുടെ കരച്ചതേറുന്നില്ല. പ്രവാചകനെ വീണ്ടും വിളിച്ചു പറഞ്ഞു, ഫാത്തിമ, കുട്ടികൾക്ക് പാല് കൊടുത്തു ഫാത്തിമ. വീണ്ടും കരയുകയാ. അവസാന പ്രവാചകൻ ചാടിയെടുത്ത് കുഞ്ഞുമകളുടെ വീടുകളിലേക്ക് കടന്നു വന്നിട്ട്, എന്തേ ഫാത്തിമ പാല് കൊടുക്കാത്ത കൊണ്ട് ചോദിക്കുന്നു. തലകുടിച്ച് വെച്ച് കരഞ്ഞുകൊണ്ട് പറയുന്നു, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായിപ്പാ, എന്റെ മാറിലൂടെ പാലിന് പകരം വ്യക്തമാകുന്നത് ഇതുപോലെ പട്ടിണി കിടന്നിട്ട് പോലും അതാ എടുക്കാത്ത ഒന്ന് കൊടുത്ത സമ്മാനമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട മാതാവ് മരണത്തോട് പറഞ്ഞിരിക്കുന്ന സമയത്ത് എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി കൊടുത്ത മാലയുണ്ടല്ലോ. ഒരു പാവപ്പെട്ടവൻ തന്നെ വീടിന്റെ വെളിയിൽ വന്ന് കരഞ്ഞപ്പോ എന്റെ വീടിന്റെ വെളിയിൽ വന്നൊരുത്ത വിശപ്പുകാരുടെ എനിക്ക് ഭക്ഷണം തരണേന്ന് ചോദിക്കുന്നു. എടുത്തു കൊടുത്തെങ്കിലേ എന്റെ പ്രിയപ്പെട്ട പെണ്ണുകളെ, പോകണ്ടേ പോലെ പോകുന്നതൊന്നും കൊണ്ടുപോകുന്നല്ലോ. പള്ളിക്കാട്ടിലേക്ക് വെള്ള തുണിയല്ലാതെ കുറച്ച് പള്ളികളുമല്ലാതെ ഒന്നും നീ കൊണ്ടുപോകുന്നല്ലോ. എല്ലാ ദുനിയാവിലും വാക്കി വെച്ചിട്ട് പോകണ്ടേ. അതുകൊണ്ടല്ലാതെ റസൂല് പറയുകയാ, നാളെ സിറാത്തിലൂടെ രണ്ട് കയ്യിലും പ്രകാശം വെച്ചുകൊണ്ട് പടച്ചവൻ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്ന മൂന്നാമത്തെ വിഭാഗം ഇടങ്ങറിയുമോ? അത് പാവപ്പെട്ടവനെ സഹായിച്ചവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്റെ വാഴ്ന്നു നിർത്തുകയാ. സമയം 9 മണിയായി. അതുകൊണ്ട് അൽഹംദുലില്ലാ അവസാനമായിട്ട് എല്ലാവർക്കും ഇന്ന് സമാധാനത്തോടുകൂടി വീട്ടിൽ പോയി കിടന്നുറങ്ങേണ്ടതുള്ളത് കൊണ്ട് ഒരു സലാത്ത് ഞാൻ പറഞ്ഞു തരാം. ഒരു പ്രാവശ്യം പറഞ്ഞ 70 മലക്കുകൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു 1000 ദിവസം രാവും പകലും എഴുതിയാലും തീരാത്ത ഒരു സലാത്ത്, എഴുതിയാൽ പ്രതിഫലം എഴുതി തീർക്കാൻ കഴിയാത്ത ഒരു സലാത്ത് പറഞ്ഞു തരാം. അള്ളാഹു പറയാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പറയൂലേ? ഇൻഷാ അല്ലാഹ് പറയൂലേ? ഇൻഷാ അല്ലാഹ് പ്രസംഗം ഇനി അള്ളാഹു ആയുസൊക്കെ തന്ന, പടച്ചവൻ ആയുസും ഭാഗ്യവും തന്ന ഇനി ഒരു അവസരത്തിൽ വന്ന് പറയാനും കേൾക്കാനും അള്ളാഹു എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആ ദിക്റ് പറയുന്നതിന് മുമ്പ് എനിക്ക് പിരിക്കാനൊന്നും അറിയില്ല. ഞാൻ പിരിവ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവപ്പെട്ടവൻ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് പിരിക്കാനൊന്നും അറിയില്ല. സംഘാടകർ പറഞ്ഞു, ഉസ്താദെ ഒരുപാട് ചെലവുകളൊക്കെ ഉണ്ട്, ഇന്നലെ ഇതെല്ലാം അടിച്ചു പൊട്ടിപ്പോയി രണ്ടാമതും കെട്ടിവെച്ചിരിക്കും. അപ്പൊ ഇവർക്ക് ഒരുപാട് ചെലവുകൾ ഇവർക്കുണ്ട്. നിങ്ങളും പാവങ്ങളെ, ഞാനും പാവങ്ങളെ, എനിക്ക് നിങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല. എങ്കിലും എന്റെ സഹോദരങ്ങളെ, ഈ സദസ്സിൽ ദുആ ചെയ്യുമ്പോൾ ആ ദുആ സ്വീകരിക്കണമെങ്കിൽ ഒരു സദഖ കൊടുക്കുന്നത് നല്ലതാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. നിങ്ങളുടെ ഒരു ദിവസത്തെ ശമ്പളത്തിന്റെ പകുതിയെ ഞാൻ ചോദിക്കുന്നു. ഒരു ദിവസത്തെ ശമ്പളത്തിന്റെ നേർപകുതി അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കരുതിക്കൊണ്ട് ഈ സദസ്സിൽ ഈ പാവപ്പെട്ട സംഘാടകരുടെ ചെലവിന് വേണ്ടി 313 രൂപ, കൂടുതലൊന്നുമില്ല. ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് ബദരീങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾ 313 രൂപ കൊടുക്കാൻ ആഗ്രഹമുള്ളവരൊന്ന് കൈപൊക്കിക്കുക. സദസ്സിൽ കൂടുതലൊന്നുമില്ല, 313 രൂപ. പെട്ടെന്ന് ഇനി ആരും അതിനുമില്ലാത്തവരുണ്ട്? അൽഹംദുലില്ലാ, ഞാൻ ദുആ ചെയ്യാം. കൂടുതലൊന്നുമില്ല. അൽഹംദുലില്ലാ, സ്വീകരിച്ചാണ് ഒരു ഇൻഷാ അല്ലാഹ്. ഇപ്പം കൊടുക്കണമെന്നില്ല. ഒന്ന് കൈപൊക്കിക്കും ആഗ്രഹമുള്ളവർ. ഒന്ന് പൊക്ക് ചങ്ങാതി. ഇത്ര പേരേ ഉള്ളൂ. അല്ലാഹു ആലം. ഒന്ന്. ഇനി സഹോദരിമാരെ, നിങ്ങളെ സഹോദരിമാരെ കൈപൊക്കി. താത്ത 313 രൂപ ഡോക്ടറിന് കൊടുക്കുന്ന ഫീസ്. അൽഹംദുലില്ലാ, പോരാ. എല്ലാരും ഒന്ന് പൊക്കിക്കുക. ഞാൻ നിർത്തി പിരിവൊന്നുമില്ല. ഇനിയും വേണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സംഘാടകർ ഒരു കവറ് തന്നു വിടുന്നുണ്ട്. എന്തേ കൊടുക്കണില്ല? പെട്ടെന്ന് കൊടുത്തു. ഇൻഷാ അല്ലാഹ് ഒരു കവറ് വന്നു വിടുന്നുണ്ട്. നാളെ വരുമ്പോ ആ കവറിനകത്തൊരു 313 രൂപ, കൂടുതലൊന്നും വേണ്ട. നാളെ വരുമ്പോ
ആ കബറിനകത്തൊരു 313 വെട്ടുകൊണ്ട് വരണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അർഹമറഹീമായ പടച്ചവൻ ഈ സദഖ ചെയ്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും അള്ളാഹു ബദരീങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്റെ പ്രസംഗം തീർന്നാലും ശേഷം വാഴുന്നുണ്ട്. എനിക്ക് ഇതിന്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. എല്ലാവരും അവിടെ ഇരുന്ന് ഉസ്താദിന്റെ ഷാജി ഷമീർ അസ്ഹരി ഉസ്താദിന്റെ പ്രഭാഷണം കേട്ടിട്ടേ എല്ലാവരും പോകാവൂ. 2 തങ്ങന്മാരുടെ ദുആയുണ്ട്, എല്ലാവരും ഇരുന്ന് കേട്ടിട്ടേ പോകാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു ദിക്ർ പറഞ്ഞുതരാം, സലാത്ത് പറഞ്ഞുതരാം. പറഞ്ഞു ചെയ്യാന്നുള്ളവര് കൈവക്കിക്കും. എന്തായാലും 40 നിൽക്കാം, അപ്പൊ 50 ആയിക്കും. 40 സലാത്ത് പറയാൻ തീരുമാനിച്ചു, എന്നാ പിന്നെ ഒരു 50 സലാത്ത് പറയാൻ തീരുമാനിക്കും. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സംഘാടകരെല്ലാവർക്കും കവർ കൊടുക്കുക, കൊച്ചുകുട്ടികൾക്കും ഒരാളെയും ഒഴിവാക്കാതെ എല്ലാവർക്കും. ആ വെളിയിൽ നിൽക്കുന്ന സംഘാടകരൊക്കെ ഒരു പയ്യൻ മാത്രമേ കവർ കൊടുക്കുന്നുള്ളൂ. അവൻ വൈകുന്നേരം 2 മണിയാവും അവിടെ എത്തുമ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് മേടിച്ചു കൊടുക്കും. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഏത് ദിക്റെന്നറിയോ? ഇൻഷാ അല്ലാഹ് പറയൂലേ? ജസല്ലാഹു അന്നാ മുഹമ്മദൻ മാ ഹുവ അഹ്ലുഹു എന്ന് പറഞ്ഞ ജസല്ലാഹു അന്നാ മുഹമ്മദൻ പറചങ്ങാതി. ജസല്ലാഹു അന്നാ മുഹമ്മദൻ മാ ഹുവ അഹ്ലുഹു. ജസല്ലാഹു അന്നാ മുഹമ്മദൻ മാ ഹുവ അഹ്ലുഹു. ജസല്ലാഹു അന്നാ മുഹമ്മദൻ മാ ഹുവ അഹ്ലുഹു. ഈ ദിക്ർ, ഈ സ്വലാത്ത് ഒരു 10 പ്രാവശ്യം പറഞ്ഞിട്ട് കിടന്നുറങ്ങണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹു ആയുസ്സും ഭാഗ്യവും തരികയാണെങ്കിൽ ഇതുപോലെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഉസ്താദന്മാരുടെ തങ്ങന്മാരുടെ ഒക്കെ ദുആ അവസാനം ഉള്ളതുകൊണ്ട് ഞാനൊരു ചെറിയ ദുആ ചെയ്തിട്ട് പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഒരു സഹോദരൻ തന്റെ മക്കള് ഈമാനോടുകൂടി മരണപ്പെടുന്നതിന് വേണ്ടി ഒരു സ്വർണ്ണ വള സദഖ ചെയ്തിരിക്കുന്നു. കുലൂ തക്ബീർ. പോരാ, അള്ളാഹു തെരഞ്ഞെടുത്തതാ, നമ്മളല്ല, ചോദിക്കാതെ തന്നതാ. അള്ളാഹു ചോദിക്കാതെ തെരഞ്ഞെടുത്തതാ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവേ റബ്ബേ, മരിക്കുന്ന സമയത്ത് തന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന ജനങ്ങൾ മുഴുവനും കേൾക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് സ്വർഗം കണ്ട് മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അള്ളാഹുവേ. അള്ളാഹുവേ പടച്ചവനെ റബ്ബേ, ആ സഹോദരിയുടെ മയ്യത്ത് കണ്ടിട്ട് പോകുന്നവർ അള്ളാഹുവേ മരിച്ചാൽ ഇങ്ങനെ മരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പോകണേ തമ്പുരാനെ. അള്ളാഹുവേ പടച്ചവനെ, ആ സഹോദരിയുടെ ഖബറിന്റെ ഓരത്ത് പോയി നിന്ന് ദുആ ചെയ്യുന്ന സാലിഹായ മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണേ അള്ളാഹുവേ. പടച്ചവനെ, ഇതുപോലെ ഒരു മകൾക്ക് ജന്മം കൊടുത്തല്ലോ എന്ന് ഓർത്തിട്ട് ആ പാവപ്പെട്ട പെങ്ങളുടെ ഉമ്മ സന്തോഷിക്കണേ അല്ലാ, സന്തോഷിക്കണേ അല്ലാ. പടച്ചവനെ റബ്ബേ, മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും നിന്റെ കഅബയുടെ മുന്നിലെത്താൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് സംഘാടകർ ദുആ ചെയ്യുന്നതിന് വേണ്ടി, ഒരു സഹോദരി രോഗം മാറുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ഒരുപാട് പേര്, ഞാൻ പേര് വായിക്കുന്നില്ല, അവരുടെ മുറാദുകൾ ഹാസിലാകാൻ വേണ്ടി ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. അത് അവസാനം ഇൻഷാ അല്ലാഹ് ഉസ്താദന്മാരും തങ്ങന്മാരൊക്കെ ദുആ ചെയ്യും. അള്ളാഹു അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബുനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അർഹമർ റഹീമായ അല്ലാഹുവേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിനെ നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഈ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഞങ്ങളുടെ ഉമ്മ പ്രസവിച്ച മക്കളെ പോലെ നീ ഞങ്ങളെ യാത്രയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഇന്ന് രാത്രി ഞങ്ങൾ മരിച്ചാൽ നീ ഞങ്ങൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. പടച്ചവനെ, ഈ സദസ്സിൽ ഇരിക്കുന്ന പലരും രോഗികളാണ് അല്ലാഹുവേ. എല്ലാ രോഗങ്ങൾക്കും നീ ശിഫ നൽകണേ അല്ലാഹുവേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആർക്കും നീ ക്യാൻസർ തരല്ലേ അല്ലാഹ, ട്യൂമർ നൽകല്ലേ അല്ലാ, കിഡ്നികൾ തകരുന്ന രോഗം നൽകല്ലേ അല്ലാഹുവേ. ശരീരം തളർന്ന് കിടപ്പിൽ കടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട ഗതികേട് തരല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ ആരെയും ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ പടച്ചവനെ. ഞങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാര് ഞങ്ങൾ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കള് ഞങ്ങളുടെ മരണം ആഗ്രഹിക്കല്ലേ അല്ലാ. പടച്ചവനെ, എവിടെ വെച്ച് മരിച്ചാലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാ. പടച്ചവനെ റബ്ബേ, ഞങ്ങളുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയി ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഖബർ നീ സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ അല്ലാഹുവേ. സ്വർഗ്ഗ
സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആഫിയത്ത് നൽകണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ റബ്ബേ, ഈ സദസ്സിലിരിക്കുന്ന ഉസ്താദന്മാരെ നീ കബൂലാക്കണേ അല്ലാ. ഉഖ്റവിയായ ആലിമീങ്ങളാക്കണേ അല്ലാ. ഉഖ്റവിയായ പണ്ഡിതന്മാരാക്കണേ അല്ലാ. അള്ളാഹുവെ റബ്ബേ, ഗുളിക കടിച്ചിട്ട് കിടന്നുറങ്ങേണ്ട സമയത്ത് ഈ സദസ്സിൽ ഓടി വന്ന ഈ ഉപ്പമാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അള്ളാഹുവെ. പടച്ചവനെ മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട് ഒതുവെടുത്തിട്ട് ജമാഅത്തായി നിസ്കരിച്ചിട്ട് കിടക്കുമ്പോൾ അവർക്ക് മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഈ നാട്ടിലെ ചെറുപ്പക്കാരെ നീ അനുഗ്രഹിക്കണേ അള്ളാഹുവെ. ജോലിയുള്ളവരാക്കണേ അല്ലാ. സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. സാരിഹത്തായ ഭാര്യമാരെ നൽകണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ മക്കളാക്കണേ അല്ലാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് കിടന്നുറങ്ങേണ്ട സമയത്ത് ഓടി വന്ന് ഈ ഉമ്മ പെങ്ങന്മാരെ നീ മറക്കല്ലേ അള്ളാഹുവെ. മരിക്കോളം അറുത്തു മുറിക്കുന്ന ഒരു രോഗവും കൊടുക്കല്ലേ അല്ലാ. മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹം വെച്ച് നടന്നു വരുന്നവരാ, അവരുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാനെ. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളുടെ പെൺമക്കളെ നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കള് വളർന്നു വരുമ്പോ ഞങ്ങൾക്ക് പേടിയാ പടച്ചവനെ. നാട്ടുകാരുടെ മുന്നിൽ മാതാപിതാക്കളെ കരയിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. ഒരുത്തന്റെ തൊലിവെളുപ്പിന്റെ മുന്നിൽ മടിയറവ് പറയാത്ത ഈമാൻ ഞങ്ങളുടെ മക്കൾക്ക് നീ കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ, അള്ളാഹുവെ ആഫിയത്തിന് വേണ്ടി ഒരു സഹോദരി സ്വർണ്ണമോതിരം സദഖ ചെയ്തിരിക്കുന്നു, അള്ളാഹു സ്വീകരിക്കണേ അള്ളാഹുവെ. പടച്ചവനെ, വിവാഹം കഴിഞ്ഞിട്ട് 3 കൊല്ലമായി മക്കളില്ലാത്ത ഒരു സഹോദരി ഒരു സ്വർണ്ണമോതിരം സ്വീകരിക്കണേ അല്ലാ.